good evening മക്കളെ. So welcome back to our biology classes. Hope all you are going well. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്റർ അപ് ടു ദി എൻഡ് ഏകദേശം എത്തിയിട്ടുണ്ട്, റൈറ്റ്? സോ നമ്മൾ ടെക്നിക്കൽ ടേംസിൽ കുറച്ച് റെപ്രസെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു പ്ലാന്റിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിഫറെൻറ്റ് പാർട്സ് ലൈക്ക് വി ഹാവ് ലേൺഡ് അബൌട്ട് ദ റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്ലവർ എക്സെട്ര. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ ഹിയർ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ടെക്നിക്കൽ ടേംസ് ഓഫ് ഫ്ലോറൽ ഫോർമുല. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻസ് പഠിച്ചത് എന്ന്. ലൈക്ക് നിങ്ങൾക്ക് ഞാൻ സൈഗോമോർഫിക് ആണെങ്കിൽ പെർസെൻറ്റേജ് ആണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരിക, ആക്ടിനോമോർഫിക് ആണെങ്കിൽ ഇതുപോലെയാണ് റെപ്രസെൻറ്റേഷൻ വരിക എന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിലപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഒരു ഫ്ലവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫ്ലവർ ഇൻഫ്ലോറസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 4 വേൾഡ്സ് ഉണ്ടെന്നും അതിൽ ഔട്ടർ മോസ്റ്റ് വോളാണ് കാലിക്സ്, ദെൻ കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ആൻഡ് ഇതിൽ തന്നെ ആക്സസറി ഓർഗൻസ് ആണ് ഈ പറയുന്ന കാലിക്സും കൊറോളയും. നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? സോ ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഈ പറയുന്ന ആൻഡ്രീഷ്യത്തിൻ്റെ നമ്പർ, എത്ര ആൻഡ്രീഷ്യം പ്രസൻ്റ് ആണ് ഒരു ഫ്ലവറിൽ, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഗൈനീഷ്യം പ്രസൻ്റ് ആണ്, ഈ ഗൈനീഷ്യം യുണൈറ്റഡ് ആണോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുവാണോ, ആൻഡ്രീഷ്യം യുണൈറ്റഡ് ആണോ ഫ്രീ ആയിട്ട് നിൽക്കുവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സിംഗിൾ ലൈനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഓക്കെ, നമുക്കിങ്ങനെ ഇപ്പോൾ ഒരു ഫ്ലോറൽ ഫോമിൽ എഴുതുന്ന സമയത്ത് നമുക്കൊരിക്കലും ഇതുപോലെ ആൻഡ്രീഷ്യം അതിൻ്റെ ബ്രാക്കറ്റിൽ യുണൈറ്റഡ് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഈ പറയുന്ന ആൻഡ്രീഷ്യം കംപ്ലീറ്റ്ലി ആ ഒരു വേർഡ് മൊത്തമായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അത് യുണൈറ്റഡ് ആണെങ്കിൽ അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ നമുക്ക് യുണൈറ്റഡ് എന്ന് എഴുതാൻ പറ്റത്തില്ല. സോ അതിനെയൊക്കെ ഭയങ്കര അബ്രിവിയേറ്റഡ് ഫോമിൽ നമ്മൾക്ക് എഴുതണം. സോ ആൻഡ്രീഷ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്, ഗൈനീഷ്യത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്, കാലിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്, കൊറോളനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്, പെരിയാന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഉണ്ട്. ഇനി ഇവർ യുണൈറ്റഡ് ആണെങ്കിൽ എന്താണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾക്ക് ഇവർ യുണൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റ്. ഒരു ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നമുക്കതിന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക. സോ അതിൻ്റെ സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ മോഡാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതാണ് ഈ കംപ്ലീറ്റ് പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സൈഡിലൊരു ഡയഗ്രാം കാണാൻ പറ്റുന്നില്ലേ മക്കളെ? ഇത് കാണുന്നില്ല എല്ലാവരും? സോ ഇതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് എ ഫ്ലോറൽ ഡയഗ്രാം. സോ നമുക്കൊരു ഫ്ലവറിന് പറ്റിയിട്ടുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ 2 രീതിക്കാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക. അത് ഓർത്ത് വെക്കണം. ഒന്ന് ഫ്ലോറൽ ഫോമുലയായിട്ടും രണ്ടാമത്തേത് ഫ്ലോറൽ ഡയഗ്രാം ആയിട്ടുമാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഒന്ന് ഫ്ലോറൽ ഫോമുലയായിട്ടും മറ്റൊന്ന് ഫ്ലോറൽ ഡയഗ്രാം ആയിട്ടാണ്. സോ ഫ്ലോറൽ ഡയഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് ഫ്ലോറൽ ഫോമുല എഴുതാനും പറ്റണം, ഫ്ലോറൽ ഫോമുല കണ്ടിട്ട് നിങ്ങൾക്ക് ഡയഗ്രാം വരയ്ക്കാനും പറ്റണം. സോ ഇത് നമ്മൾക്ക് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക? ഇത് ഒന്ന് തന്നിട്ട് ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഒബ്ജക്റ്റീവ്, റൈറ്റ്? നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല. വെദർ ദേ വിൽ ഗീവ് ദ ഫ്ലോറൽ ഡയഗ്രാം, എന്നിട്ട് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, എൽസ് ദേ വോണ്ട് ഗിവ് ദ ഡയഗ്രാം. അതല്ലാണ്ട് ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ സൊളനേസി എന്ന് പറയുന്ന ഫാമിലി ഗ്രൂപ്പാണെന്ന് പറയും, അതിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള ക്യാര നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോറൽ ഡയഗ്രാം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഫ്ലോറൽ ഫോമുല അറിഞ്ഞാൽ മതി. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത് ബെറ്റർ ടു ലേൺ ദ ഫ്ലോറൽ ഫോമുല. ഓക്കെ, ഫ്ലോറൽ ഫോർമുല പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്നും ഡയഗ്രാം ഏറെക്കുറെ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏറെക്കുറെ എന്നല്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ ഒരു ഡയഗ്രാം അതിൽ നിന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഡയഗ്രാം പഠിച്ചു വെച്ചിട്ട് ഫ്ലോറൽ ഫോമിൽ എഴുതുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് പോകും, എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റിങ് വരാം. ക്ലിയർ അല്ലേ മക്കളെ? സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന 1-2 ടേംസ്, ദാറ്റ് ഈസ് കാലിക്സിൻ്റെയും കൊറോളയുടെയും. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് സി ആണ്, പക്ഷേ രണ്ടിനെയും നമുക്ക് സി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നിനെ കെ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, മറ്റേതിനെ സി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അത് ബിഗിനിങ്ങിൽ തന്നെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാനിവിടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കൂടെ ഈസി ആയിട്ട് നിങ്ങൾ അതിനെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. Clear alle makle? All right. So here various morphological features are used to describe a flowering plant. നമ്മൾ പറഞ്ഞു. And the description has to be brief, in a simple and scientific language, and presented in a proper sequence.
Okay, the plant is described beginning with its habits. See, ഇവിടം തൊട്ടിട്ടാണ് മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു പ്ലാന്റിൻ്റെ എന്തിൻ്റെ ബേസിസിലാണ് ഒരു പ്ലാന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. That is, based begins with a habit, vegetative characters. എന്താണ് vegetative character എന്ന് പറയുന്നത്? എന്തിനൊക്കെയാണ് മക്കളെ vegetative character എന്ന് വിളിക്കുന്നത്? That is about root, stem, leaves, etc. And the floral characters, that is inflorescence and flower parts. ഇതിനെല്ലാറ്റിനെയും കൂടെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്താ മക്കളെ വിളിക്കുക? That is vegetative characters. So ഒരു ഫ്ലോറൽ ഫോർമുല നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഫ്ലവറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് based on their habits, their vegetative characters. So ഈ vegetative characters എന്ന് പറയുമ്പം അതിന് മീൻ ചെയ്യുന്നത് it is about the roots, stems or the flower parts, their inflorescence, etc. ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളൊക്കെ കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലോറൽ ഫോർമുല എന്ന് പറയുന്നത്. And after describing various parts of the plant, a floral diagram and a floral formula are presented. And on this basis, we are presenting a floral formula or a floral diagram. Clear? ഓക്കെ അല്ലേ മക്കളെ? സോ ഇവിടുത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിൽ നിന്നും മേ ബി യു ക്യാൻ റിലേറ്റ് ദാറ്റ്, അതായത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾക്ക് ഫ്ലോറൽ ഫോർമുല അല്ലെങ്കിൽ ഫ്ലോറൽ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ ദ ഫ്ലോറൽ ഫോർമുല ഈസ് റെപ്രസെൻറ്റഡ് ബൈ സം സിമ്പിൾസ് ഇൻ ഫ്ലോറൽ ഫോർമുല. ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഇവിടെ പറയുന്ന ഓരോരോ സിമ്പിൾസും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓരോ ഫ്ലോറൽ ഫോർമുല പഠിക്കാൻ പറ്റുള്ളൂ. ആ ഫ്ലോറൽ ഫോർമുല അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? സോ ഹിയർ ബി ആർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എന്തായിരുന്നു ബി ആർ എന്ന് പറയുന്നത്? ബി ആർ സ്റ്റാൻഡ്സ് ഫോർ ദ ബ്രാക്ടിയേറ്റ്. ബ്രാക്ടിയേറ്റ് ആണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ ബി ആർ എന്ന് പറയുന്ന ലെറ്റർ. ഓക്കെ, ബി ആർ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പേപ്പർ എടുത്തിട്ട് ഇത് എൻ്റെ കൂടെ നോട്ട് ചെയ്യണം. ബി ആർ എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ഈസ് ഫോർ ബ്രാക്ടിയേറ്റ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? ബി ആർ ഫോർ ബ്രാക്ടിയേറ്റ്. അടുത്തത് കെ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒന്നാണ് കെയും സിയും. ആൻഡ് കെ സ്റ്റാൻഡ്സ് ഫോർ കാലിക്സ്. കെ സ്റ്റാൻഡ്സ് ഫോർ കാലിക്സ്. കാലിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക സി വെച്ചിട്ടല്ല, കെ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാലിക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക കെ വെച്ചിട്ടാണ് മക്കളെ, മാറിപ്പോവരുത്. ഓക്കെ, നോട്ട് ചെയ്യണം എൻ്റെ കൂടെ. കാലിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ വെച്ചിട്ടാണ്. എല്ലാവർക്കും മാറിപ്പോകും, എല്ലാവരും തെറ്റിക്കുന്ന ഒരു സംഭവമാണ് കാലിക്സും കൊറോളയും. എന്നിട്ട് കാലിക്സിനെ കൊണ്ടുപോയിട്ട് സി എന്നും കുത്തും, കൊറോളനെ കൊണ്ടുപോയിട്ട് കെ എന്നും മാർക്ക് ചെയ്യും. അങ്ങനെയല്ല, കാലിക്സ് ഇസ് റെപ്രസെൻറ്റഡ് ആസ് കെ. ക്ലിയർ ആണല്ലോ? അത് ഓർത്ത് വയ്ക്കുക. അതേസമയം കൊറോള അങ്ങനെയാണെങ്കിൽ സി വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് സി ഫോർ കൊറോള, പി ഫോർ പെരിയാന്ത്. അതൊന്നും യാതൊരുവിധ ഡൗട്ടും അടിക്കാത്ത കാര്യങ്ങളാണ്. ബ്രാക്ടിയേറ്റിന് ബി ആർ ആണ്, പിന്നെ പെരിയാന്തിന് പി ആണ്, അതിൽ ഡൗട്ടൊന്നുമില്ല. എ ഫോർ ആൻഡ്രീഷ്യം ആൻഡ് ജി ഫോർ ഗൈനീഷ്യം. അതും ക്ലിയർ ആണല്ലോ? നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആവാൻ പോകുന്നത് ദേ ഈ കൊറോള സിയും കെ കാലിക്സും ആണ്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ മക്കളെ? അതെന്തിനാണ് ഞാൻ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ പറയുന്നത്? മക്കളത് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മടിയായിരിക്കില്ലേ നമുക്ക്? അതങ്ങോട്ട് ഒരു പേപ്പർ എടുത്ത് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയായിരിക്കും. ബട്ട് നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യം ഒന്നും കൂടെ ഈസി ആയിട്ട് മാറും. ഒന്നും കൂടെ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ കുറേ എക്സാമിൻ്റെ ടൈമിൽ ആ ഒരു എക്സാം ഹാളിൽ ഇരുന്നിട്ട് അയ്യോ അത് കാലിക്സിൻ്റെ കെ ആയിരുന്നോ സി ആയിരുന്നോ ഇങ്ങനെ അവിടെ കിടന്നിട്ട് സ്ട്രെസ്ഫുള്ളി ആലോചിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. കാരണം എന്താ? നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ അത് കാണുമ്പോൾ തന്നെ ഓക്കെ സി ഫോർ കൊറോള ആൻഡ് കെ ഫോർ കാലിക്സ് എന്നുള്ളത് വിതിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ആൻഡ് അറ്റ് ലാസ്റ്റ് ജി ഫോർ ഗൈനീഷ്യം ആൻഡ് എ ഫോർ ആൻഡ്രീഷ്യം. ഇത്രയാണ് മക്കളെ നമുക്കിവിടെ ലെറ്റർ വൈസ് റെപ്രസെൻറ്റേഷൻസ് പഠിക്കാനുള്ളത്. ലെറ്റർ വൈസ് 4 വോൾസിൻ്റെ റെപ്രസെൻറ്റേഷൻസ് നമ്മൾ പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു നമ്മുടെ ഔട്ടർ മോസ്റ്റ് വോൾ? ഏതായിരുന്നു മക്കളെ നമ്മുടെ ഔട്ടർ മോസ്റ്റ് വോൾ? ദാറ്റ് ഇസ് കാലിക്സ് ആൻഡ് ദെൻ കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഇതിന് ആരൊക്കെയായിരുന്നു ആക്സസറി ഓർഗൻസ് എന്ന് പറയുന്നത്? ആക്സസറി ഓർഗൻസ് ആയിരുന്നു കാലിക്സ് ആൻഡ് കൊറോള. ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിരുന്നു ഗൈനീഷ്യം ആൻഡ് ആൻഡ്രീഷ്യം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? ഗൈനീഷ്യവും ആൻഡ്രീഷ്യവുമാണ് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. കാലിക്സും കൊറോളയാണ് നമ്മളുടെ ആക്സസറി ഓർഗൻസ് എന്ന് പറയുന്നത്. ഇതിൽ ആക്സസറി ഓർഗൻസ് റെപ്രസെൻറ്റഡ് ബൈ കെ ആൻഡ് സി, കെ ഫോർ കാലിക്സ് ആൻഡ് സി ഫോർ കൊറോള. And the reproductive organs androecium and gynecium are represented by A and G respectively.
A for androecium and G for gynecium. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ മക്കളെ. ഇനി നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റെപ്രസെൻറ്റേഷൻ ഈസ് അബൌട്ട് മെയിൽ ഫീമെയിൽ. ക്ലിയർ ആണോ? മെയിലിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് മക്കളെ വരുന്നത് നോക്കിക്കോ. മെയിൽ ഈസ് റെപ്രസെൻറ്റഡ് ഫോർ ദിസ് വൺ. ഇതാണ് നമ്മുടെ മെയിൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് ദിസ് ഈസ് ദ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ. സോ ഇത് ഞാൻ മക്കളെടുത്ത് ഓർത്ത് വെക്കാൻ പറയൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിട്ട് മൈൻഡിൽ വരാൻ, നമ്മൾ ഫീമെയിൽ എഴുതൽ ഇങ്ങനെയല്ലേ, FEMALE ഇങ്ങനെയാണല്ലോ ഫീമെയിൽ എഴുതുക. സോ ഇതിൽ എഫ് എഴുതുന്നത് ഇങ്ങനെയാണ്. സോ നിങ്ങൾ അത് മൈൻഡ് ചെയ്താൽ മതി. ഏകദേശം അതിന് സിമിലർ ആയിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്, ഫീമെയിലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഈ താഴെയുള്ള ഈ പ്ലസ്സും ഈ എഫിൻ്റെ ഒരു രൂപവും ഏകദേശം സിമിലർ അല്ലേ, അങ്ങനെ ഓർത്ത് വെക്കുക. ഇങ്ങനെയൊക്കെ ഓർത്ത് വെച്ചാലേ നമുക്കൊന്നും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രിക്സൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? സോ ഫീമെയിൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദിസ് ആൻഡ് മെയിൽ ദിസ് വൺ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈസെക്ഷൽ വൺ എങ്ങനെയാണ് മക്കളെ റെപ്രസെൻറ്റ് ചെയ്യുക? ബൈസെക്ഷൽ വൺ എന്ന് പറയുമ്പോൾ എന്താ, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ വിൽ ബി ദർ, റൈറ്റ്? മെയിൽ ക്യാരേ ഉണ്ടാവും, ഫീമെയിൽ ക്യാരേ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടി കമ്പൈൻ ചെയ്താൽ മതി. എങ്ങനെയാണ് മക്കളെ നമ്മൾ മെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇങ്ങനെയല്ലേ നമ്മൾ മെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇങ്ങനെയല്ലേ നമ്മൾ ഫീമെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഈ ഒരു രണ്ട് സംഭവം കമ്പൈൻ ചെയ്യുക, ഇതും കമ്പൈൻ ചെയ്യുക, ഇതും കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ബൈസെക്ഷൽ എങ്ങനെ വരയ്ക്കാം? സി, ഇതാണ് നമ്മുടെ ബൈസെക്ഷൽ. ക്ലിയർ ആയോ? അതിൽ കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ? ഈസി അല്ലേ മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ട്? സോ എത്ര ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് നമ്മൾ പഠിച്ചു? ഫോർ മെയിൽ, ഫീമെയിൽ ആൻഡ് ഫോർ ദ ബൈസെക്ഷൽ വൺ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പെട്ടെന്ന് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. 4 വോൾസ് പഠിച്ചു. ആ 4 വോൾസിൻ്റെ റെപ്രസെൻറ്റേഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ആൻഡ് ദെൻ വി ഹാവ് ലേൺഡ് അബൌട്ട് മെയിൽ, ഫീമെയിൽ ആൻഡ് ബൈസെക്ഷൽ റെപ്രസെൻറ്റേഷൻ. അതും ക്ലിയർ ആണല്ലോ? ഈ മെയിൽ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ കമ്പൈൻ ചെയ്താൽ മതി എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ബൈസെക്ഷൽ റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച് തന്ന കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ദാറ്റ് ഈസ് അബൌട്ട് ആക്ടിനോമോർഫിക് ആൻഡ് സൈഗോമോർഫിക്. അത് നിങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. സൈഗോമോർഫിക്കിൽ സെഡ് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക? ഓർക്കുന്നില്ലേ മക്കൾ? സെഡ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. സോ ഇങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മറന്നുപോയോ? എത്ര പേർക്ക് ഓർമ്മയുണ്ട് മക്കളെ? ഓക്കെ, ക്ലിയർ ആണോ? എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? സൈഗോമോർഫിക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള സെഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ രൂപത്തിലാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിമിലർ ടു ദാറ്റ് ഇതാണ് സെഡ് അല്ലെങ്കിൽ സൈഗോമോർഫിക്കിൻ്റെ റെപ്രസെൻറ്റേഷൻ ആസ് പെർസെൻറ്റേജ് രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് സൈഗോമോർഫിക് എന്ന് പറഞ്ഞാൽ. അത് ഓക്കെ ആയല്ലോ? ക്ലിയർ ആയല്ലോ മക്കളെ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ടിനോമോർഫിക് എന്തായിരുന്നു? ആൻഡ് ദിസ് വിൽ ബി ആക്ടിനോമോർഫിക്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചാണ്ട് നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു സിമ്പിളാണ് ഫോർ ദ ആക്ടിനോമോർഫിക് ആൻഡ് ദിസ് സിമ്പിൾ ഫോർ സൈഗോമോർഫിക്. ഇനി നമ്മൾ ഇതുവരെ പഠിക്കാത്ത 2 കാര്യങ്ങളാണ് മക്കളെ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നമ്മളുടെ ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്, എപ്പിഗൈനസ് ഫ്ലവർ അത് പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സുപ്പീരിയർ ഓവറി കാണിക്കുന്നത് ആരാണ്? സുപ്പീരിയർ ഓവറി കാണിക്കുന്നത് ആരാണ് മക്കളെ? ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് പെരിഗൈനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഹാഫ് ഇൻഫീരിയർ ഓവറി ആണെന്നും ദെൻ ലാസ്റ്റ് വൺ എപ്പിഗൈനസിൽ ഇൻഫീരിയർ ഓവറി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് സുപ്പീരിയർ ആണോ, ഈ ഓവറി സുപ്പീരിയർ ആണോ അല്ലെങ്കിൽ ഇൻഫീരിയർ ആണോ എന്നൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ഞാൻ പറഞ്ഞിട്ട് നമ്മളെ ഫ്ലോറൽ ഫോമുല തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എങ്ങനെയാണ് ആ ഫ്ലവർ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഫ്ലോറൽ ഫോമുല, റൈറ്റ്? അപ്പോഴല്ലേ നമുക്ക് ഈ പറയുന്ന ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഫ്ലോറൽ ഫോമുലയിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഇവരുടെ ഗൈനീഷ്യം അല്ലെങ്കിൽ ഓവറി സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക? സോ സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള റെപ്രസെൻറ്റേഷൻ ആണ് മക്കളെ സി ദിസ് വൺ. ഗൈനീഷ്യം ഈസ് റെപ്രസെൻറ്റഡ് ആസ് G, അതിൽ ഡൗട്ടൊന്നുമില്ല. ഇഫ് ഇറ്റ് ഈസ് സുപ്പീരിയർ ഓവറി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് ഒരു അണ്ടർ ബാർ കൊടുക്കണം, ഒരു ലൈന് കൊടുക്കുക താഴെ. സുപ്പീരിയർ ആണെങ്കിൽ താഴെയാണ് കൊടുക്കേണ്ടത്. തെറ്റിപ്പോകുന്ന ഒന്നാണ്, ഡൗട്ട് വരുന്നൊരു കൺഫ്യൂഷൻ വരുന്നൊരു സൈഡാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാം സുപ്പീരിയർ അല്ലേ, സുപ്പീരിയർ ആകുമ്പോൾ മേലെയല്ലേ ആ ബാർ കൊടുക്കേണ്ടതെന്നുള്ള കുറേ പേര് ചോദിച്ചിട്ടുണ്ട് മുന്നേ.
അങ്ങനെയല്ല, ഓർത്ത് വെച്ചോ, സുപ്പീരിയർ ഓവറി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ലൈക്ക് ദിസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻഫീരിയർ ഓവറി ആണെന്നുണ്ടെങ്കിൽ റെപ്രസെൻറ്റഡ് ആസ് ദിസ്. സുപ്പീരിയർ ആണെങ്കിൽ റെപ്രസെൻറ്റഡ് ആസ് ദിസ്. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ? ഇതെന്തായിരുന്നു? സുപ്പീരിയറും ഇതെന്തായിരുന്നു? ഇൻഫീരിയറും. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ. ഹാഫ് ഇൻഫീരിയർ നമുക്കിവിടെ പഠിക്കാനില്ല. നമുക്ക് സുപ്പീരിയറും അതുപോലെ തന്നെ ഇൻഫീരിയറും ആണുള്ളത്. വീണ്ടും പറയാണ്, ഗൈനീഷ്യം ഓവറി സുപ്പീരിയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജിയുടെ അണ്ടറിലായിരിക്കും നമ്മൾ ആ ബാർ ലൈൻ വരിക. ഇനി അതല്ല, ഇൻഫീരിയർ ആണെന്നുണ്ടെങ്കിൽ ജിയുടെ മേലെ ആയിരിക്കും ആ ഒരു ബാർ ലൈൻ വരിക. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബേസിക് ടെക്നിക്കൽ വേർഡ്സ് റെപ്രസെൻറ്റേഷനൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പോർഷൻ. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾക്ക് ഓരോ ലെറ്റർ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളതാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചത്, അല്ലെങ്കിൽ സിമ്പിൾസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിച്ചു. ഈ എങ്ങനെയാണ് ഈ പറയുന്ന ഈ ഒരു ഫ്ലവറിൽ എങ്ങനെയാണ് ഫ്യൂഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഫ്യൂഷൻ ഉണ്ടോ, യുണൈറ്റഡ് ആണോ, ഫ്രീ ആണോ എന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനത്തെ ഒരു ഡൗട്ട് ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞു തന്നിട്ടില്ലേ? സോ അതിൻ്റെ ഒരു ആൻസറാണ് മക്കളെ ഇവിടെ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ്, നമ്മൾ ഒരു സപ്പോസ് ഇപ്പം ആൻഡ്രീഷ്യം ഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ എ ബ്രാക്കറ്റ്. നമ്മളൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. വെദർ അതിനിപ്പോൾ ഓവറി ഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രാക്കറ്റിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി അതല്ല ബ്രാക്കറ്റ് ഇല്ലാണ്ട് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേംസ് ടു ബി ലൈക്ക് ഫ്രീ വൺ. ഓക്കെ, ഫ്രീയിൽ റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ബ്രാക്കറ്റ് ഇല്ലാണ്ട് എഴുതുന്നത്. ഇനി ഇഫ് വി ആർ ഗെറ്റിംഗ് ടു എ ബ്രാക്കറ്റ്, ഇതുപോലെ നമ്മളൊരു കുഞ്ഞി ബ്രാക്കറ്റ് അതിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ബ്രാക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ യുണൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? സോ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ദാറ്റ് ഈസ് അബൌട്ട് ഫ്യൂഷൻ. ഫ്യൂഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എൻക്ലോസിങ് ദ ഫിഗർ വിതിൻ ദി ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്യാണ് ചെയ്യുക. വിതിൻ ദി ബ്രാക്കറ്റ് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫ്യൂഷൻ. സോ ഫ്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ മക്കളെ? ദാറ്റ് ഈസ് ബ്രാക്കറ്റ്. ഓർത്ത് വയ്ക്കുക, ഇതിങ്ങനെ തന്നെ പഠിച്ച് വയ്ക്കുക, എഴുതി വയ്ക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. നമുക്ക് അൾട്ടിമേറ്റ് നമ്മളുടെയും ഇത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കാം. സോ ഫ്യൂഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ്. ഇനി അടുത്തത് അഡേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ മക്കളെ? അഡേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈ എ ലൈൻ ഡ്രോൺ അബവ്. അതിൻ്റെ മേലയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അഡേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള മാർഗം. ഓക്കെ, അപ്പർ ലൈൻ എന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ മക്കളെ, അപ്പർ ലൈൻ അതിവിടെ പറയുന്നുണ്ട്. അഡഷൻ ബൈ എ ലൈൻ ഡ്രോൺ അബവ് ദ സിമ്പിൾസ് ഓഫ് ദ ഫ്ലോറൽ പാർട്സ്. ബൈ എ ലൈൻ ഡ്രോൺ അബവ് ദ സിമ്പിൾസ്. നമ്മളുടെ സിമ്പിൾസിൻ്റെ മേലയിലൂടെ ഒരു ലൈന് കൊടുത്താൽ ഇറ്റ് മീൻ ടു ബി അഡഷൻ. അവിടെ അഡഷൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫ്യൂഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇഫ് ദർ ഇസ് എ ബ്രാക്കറ്റ് ഇറ്റ് മീൻസ് ഫ്യൂഷൻ ഇസ് ദർ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ലൈൻ അബവ് ദ സിമ്പിൾ ഓഫ് ദി ഫ്ലവർ പാർട്സ് ദെൻ ഇറ്റ് മെൻ ടു ബി ആൻ അഡഷൻ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഈ ഫ്ലോറൽ ഡയഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനാണ്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് മക്കളെ നമ്മൾക്ക് ഫ്ലോറൽ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുക? സി മക്കളെ, എല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം, എൻ്റെ കൂടെ തന്നെ മൂവ് ഓൺ ചെയ്യണം. ഉറങ്ങിയിട്ടൊന്നുമില്ല എല്ലാവരും. സോ എ ഫ്ലോറൽ ഡയഗ്രാം പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ നമ്പർ ഓഫ് parts of a flower, their arrangement and relation they have with one another. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഫ്ലോറൽ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുക. എത്ര പാർട്സ് ഉണ്ട്, ഇപ്പം ആൻഡ്രീഷ്യം എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ കാലിക്സ് എത്ര വോൾസ് ഉണ്ട്, കൊറോള എത്ര എണ്ണം ഉണ്ട്, എത്ര ലെയേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത്, ഇവർ ഫ്യൂസ്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫ്ലോറൽ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുക. അതാണ് ഇവിടെ പറയുന്നത്. ദേ ഷോസ് ദ നമ്പർ ഓഫ് പാർട്സ് ഓഫ് എ ഫ്ലവർ ആൻഡ് ദിയർ അറേഞ്ച്മെൻറ്റ്. അവരുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, അതായത് വെദർ ഇറ്റ് ഈസ് ഫ്യൂസ്ഡ് ഓർ നോട്ട്. ഓക്കെ, ഇഫ് കാലിക്സ് ആൻഡ് കൊറോള ആർ നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പെരിയാന്ത് എന്ന് വിളിക്കും. അതൊരു റെപ്രസെൻറ്റേഷനാണ്, റൈറ്റ്? സോ അതാണ് പറയുന്നത്. ഫ്ലോറൽ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് കിട്ടും, അവരുടെ അറേഞ്ച്മെൻറ്റ് കിട്ടും. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് റിലേഷൻ ദേ ഹാവ് വിത്ത് വൺ അനദർ. അതായത് ഇപ്പോൾ അഡിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിമ്പിൾസിൻ്റെ മേലെയായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ലൈന് കാണാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. അതാണ് പറയുന്നത്. അവർക്കിടയിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതും നമുക്ക് ഈ ഫ്ലോറൽ ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ. ആൻഡ് ദ പൊസിഷൻ ഓഫ് ദി മദർ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലവർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡോട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദി ഫ്ലവർ. മക്കളെ, ഇത് ഇങ്ങനെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് പൊസിഷൻ ഓഫ് ദ മദർ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ദ കൊറോള. കൊറോളയുമായിട്ട് മദർ ആക്സിസിൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡോട്ട് ഓൺ ദി ടോപ്പ് ഓഫ് ദി ഫ്ലോറൽ ഡയഗ്രാം. ഫ്ലോറൽ ഡയഗ്രത്തിൻ്റെ മേലെ ഒരു ഡോട്ട് ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക.
ഐ വിൽ ഷോ ദാറ്റ്. സി, ഈ ഒരു ഫ്ലോറൽ ഡയഗ്രത്തിൻ്റെ മേലെ എന്തിട്ടിട്ടുണ്ട്? ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് എന്ത് റെപ്രസെൻ്റ് ചെയ്യുക? അവരുടെ മദർ ആക്സസിൻ്റെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ കൊറോള. കൊറോളയുമായിട്ട് മദർ ആക്സസിനുള്ള പൊസിഷൻ്റെ ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അത് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മുടെ ഫ്ലോറൽ ഡയഗ്രത്തിന് മേലെ എന്ത് കൊടുക്കും? ഒരു ഡോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു ഡോട്ട് കൊടുത്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ മക്കളെ? ഇനി അടുത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വോൾസിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, ഒരു ഫ്ലവർ പാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സക്സസീവ് വോൾസ് എന്ന് പറയുന്നത് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. വേർ ദ കാലിക്സ് ആൻഡ് കൊറോള ആർ ദ ആക്സസറി ഓർഗൻസ് ആൻഡ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. മിസ്സേ, ഇതൊന്ന് പറയുന്നത് നിർത്തുമോ? കുറേ നേരമായില്ലേ നമ്മൾ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞാൻ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള റീസൺ, എക്സാമിന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പം നിങ്ങൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളതൊരു 10 to 15 ടൈംസ് എങ്കിലും നിങ്ങൾ കേൾക്കും. അതായത് ഈ കംപ്ലീറ്റ് മോർഫോളജി കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ പറയുന്ന ആക്സസറി ഓർഗൻസ് ഏതാണ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഏതാണെന്നുള്ളത് മിനിമം ഒരു 10 to 15 ടൈംസ് എൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ കേൾക്കും. അതോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതിൽ പിന്നെ ഡൗട്ട് ഉണ്ടാവില്ല. യു വിൽ ബി ക്ലിയർഡ് ഇൻ ദാറ്റ്. ഓക്കെ, അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നുണ്ട്, നമ്മൾ പഠിക്കേണ്ടത് ക്ലാസ് കേൾക്കുന്ന സമയത്താണ്. ഒരിക്കലും ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ട് പഠിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് പാടില്ല. ഓക്കെ, അപ്പോൾ എന്താ അറിയോ, നമ്മൾക്ക് ക്ലാസ്സും കേൾക്കണം, ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് പഠിക്കണമല്ലോ എന്നൊരു മൈൻഡ് സെറ്റ് വരും. അങ്ങനെയല്ല, നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെദർ ഇറ്റ് ഈസ് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ഇരുന്ന് പഠിക്കണം. ആ ക്ലാസ്സോട് കൂടെ നിങ്ങളെ പഠനം തീർന്നിരിക്കണം. എന്നാൽ നിങ്ങൾ ഇനി അടുത്തത് എന്താ ചെയ്യുന്നത്? വീട്ടിൽ ചെന്നിട്ട് ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് ഓക്കെ ഞാൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ചു, ഞാൻ ആ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പഠിച്ചു എന്ന് പറഞ്ഞ് ബുക്ക് അടച്ചു വെക്കുകയാണോ വേണ്ട മക്കളെ? അല്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളത് റിവൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലാസ്സിൽ നിന്നും എന്തായാലും ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുക, എൻ്റെ മുന്നിലുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻറ്റിനെ കണ്ടിട്ടല്ല ഞാൻ ക്ലാസ് എടുക്കുക. ഞാൻ എപ്പോഴും ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിനെ ഫേസ് ചെയ്തിട്ട് ആ സ്റ്റുഡൻറ്റിന് എങ്ങനെ എൻ്റെ ക്ലാസ് മനസ്സിലാവാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് ക്യാച്ചപ്പ് ചെയ്യാം എന്നുള്ള രൂപത്തിലല്ലേ ഞാൻ ക്ലാസ് എടുക്കുക. സോ അത് കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി കുട്ടി ആ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ he or she can catch up it very fastly, quickly he or she can catch up it. അതായത് ആ ഒരു കുട്ടിക്ക് അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനത്തെവർക്ക് ഒന്നും കൂടെ ഈസി ആയില്ലേ? വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഐ എം നോട്ട് കമ്പയറിങ് anyone, ബട്ട് നിങ്ങൾ ആലോചിക്കേണ്ട അത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഒരു ആവറേജ് ആ ഒരു ക്ലാസ്സിൽ ഒരു ആവറേജ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അത്രയും സ്ലോ ആയിട്ടാണ് ക്ലാസ് എടുക്കുക. ഓരോ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് ക്ലാസ് എടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചും നിങ്ങളെപ്പോലെ തന്നെ അവർക്കും പഠിക്കാം എന്നുള്ള രൂപത്തിലാണ്. നിങ്ങളും എല്ലാവരും ആ ക്ലാസ്സിലുള്ള എല്ലാവരും പുതിയ കാര്യങ്ങളായിരിക്കും പഠിക്കുന്നുണ്ടാവുക. സോ അവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് റിവിഷൻ പ്രോസസ്സാണ്. നമ്മൾ ആ ഒരു ടീച്ചറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്തൊക്കെയാണോ പറയുന്നത്, വെദർ ഇറ്റ് ഈസ് മീ ഓർ എനിവൺ എൽസ്, ഓക്കെ, ഐ എം സെയിങ് ദ ടോട്ടൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? മൊത്തത്തിൽ ഏതൊരു ക്ലാസ്സിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ നിന്നും കിട്ടുന്നതൊക്കെ നിങ്ങളവിടെ അബ്സോർബ് ചെയ്യാൻ നോക്കുക. മാക്സിമം അത് നിങ്ങളുടെ ബ്രെയിനിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇപ്പം ഞാൻ തന്നെ ഒരു കാര്യം എത്രയോ തവണ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ മൈൻഡിലേക്ക് അത് എൻ്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ ചെന്നാൽ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പോകാനേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കതൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യില്ല, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. യു വിൽ ബി ഫീലിംഗ് ഓക്കെ, ഇറ്റ് ഈസ് സിമ്പിൾ, വി ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ളൊരു മൂഡിലേക്ക് നിങ്ങളെത്തും. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? സോ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ കുറച്ച് പേരെങ്കിലും നമുക്ക് ഉറക്കം വരും, ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഉറക്കം വരും. എല്ലാവരുടെ ക്ലാസ്സും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഈ ഉറക്കം എന്ന് പറയുന്നതാണ് പ്രശ്നം. ക്ലാസ് നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന ആൾ ഒന്ന് ബുക്ക് തുറന്നാൽ ചിലപ്പോൾ വേണമെങ്കിൽ ഉറക്കം വരും, ഒരു ക്ലാസ് കേട്ടാൽ ഉറക്കം വരും. അപ്പോൾ അതൊക്കെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു 2 to 5 minutes ടേക്ക് എ ബ്രേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുക. ഒന്ന് പുറത്തു കൂടെയൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് നോക്കുക. അഗെയിൻ കം ബാക്ക്. ഓക്കെ, ഉറക്കം തൂങ്ങി ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതിലുപരി ഫ്രഷപ്പ് ആയിട്ട് ഇരിക്കുക. ഓക്കെ,
നമ്മളിരിക്കുമ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് വേണം. ആ ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അതിനാണ് നിങ്ങളോട് സ്ക്രിബിൾ ചെയ്യാൻ പറയുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് അതിനായിട്ടൊരു സിംഗിൾ നോട്ട് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. എത്ര പേര് നോട്ടൊക്കെ മേടിച്ചു? ഒരു കുഞ്ഞു നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക, ഈ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് എൻ്റെ കൂടെ അങ്ങനെ സ്ക്രിബിൾ ചെയ്ത് പോരാ. ഞാൻ പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരിക്കലും സ്ക്രിബിൾ ചെയ്യാൻ പാടില്ല. പകരം കുഞ്ഞു കുഞ്ഞു ഷോർട്ട് ടോപ്പിക്സ് ആയിട്ട് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടെ ഈസി ആയിട്ട് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ മക്കളെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടു അവർ ടോപ്പിക്. നമ്മളുടെ മദർ ആക്സിസ് പൊസിഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ഡോട്ട് ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ കാലിക്സ് കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ഡ്രോൺ ഇൻ സക്സസീവ് വോൾസ്, കാലിക്സ് ബീയിങ് ദ ഔട്ടർ മോസ്റ്റ് വോൾ, ഗൈനീഷ്യം ബീയിങ് ഇൻ ദ സെൻറ്റർ. കാലിക്സ് എന്ന് പറയുന്നതാണല്ലോ ഔട്ടർ മോസ്റ്റ് വോൾ, അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് വോൾ എന്ന് പറയുന്നത്. അത് നമുക്ക് ക്ലിയർ ആണ്, മുന്നേ പഠിച്ചതാണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് സെൻറ്റർ പോർഷൻ ആയിരിക്കും. ഗൈനീഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? സെൻറ്റർ പോർഷൻ ആയിരിക്കും. ആൻഡ് ദ ഫ്ലോറൽ ഫോർമുല ഓൾസോ ഷോസ് കൊഹേഷൻ ആൻഡ് അഡഷൻ വിതിൻ പാർട്സ് ഓഫ് വോൾസ്. വോൾസിനകത്ത് തന്നെയുള്ള കൊഹേഷനും അഡഷനും ഒക്കെ ആര് കാണിക്കും? ഫ്ലോറൽ ഫോർമുലയിൽ കാണിക്കാൻ പറ്റും. ഓക്കെ, വോൾസിനകത്തുള്ള അഡഷനും കൊഹേഷനും ഒക്കെ നമുക്ക് ഫ്ലോറൽ ഫോർമുലയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ബിറ്റ്വീൻ ദ വോൾസുകൾക്കിടയിലും അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ പാർട്ടും ഒരു, അതായത് വോൾ പറയുന്ന കാലിക്സ് കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അല്ലാത്ത മറ്റൊരു പാർട്ടും വോളും തമ്മിലുള്ള റിലേഷനും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വോൾസ് തമ്മിലുള്ള റിലേഷനും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എവിടെ? ഫ്ലോറൽ ഫോർമുലയിൽ. ഫ്ലോറൽ ഡയഗ്രത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഫ്ലോറൽ ഫോർമുലയിലാണ് പറയുന്നത്. ഓക്കെ, ഫ്ലോറൽ ഡയഗ്രത്തിൽ എന്തൊക്കെയാണ് കാണിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞു. ഓക്കെ, നമ്പർ കാണിക്കാൻ പറ്റും, റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്തായിരുന്നു മക്കളെ പറഞ്ഞത്? അറേഞ്ച്മെൻറ്റ്. ഓക്കെ, ഇവരുടെ അറേഞ്ച്മെൻറ്റും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ ഫ്ലോറൽ ഫോർമുലയിൽ എന്തൊക്കെ കാണിക്കാൻ പറ്റുന്ന പറഞ്ഞേ? കൊഹേഷൻ ആൻഡ് അഡഷൻ. ആരൊക്കെ തമ്മിൽ? വിതിൻ ദ പാർട്സ് ഓഫ് ദി വോൾസ് ആൻഡ് ബിറ്റ്വീൻ വോൾസ്. വോൾസിൻ്റെ പാർട്സുകൾക്കിടയിലും അതുപോലെ തന്നെ ആ വോൾസുകൾക്കിടയിലുള്ള റിലേഷൻ, ദാറ്റ് ഈസ് കൊഹേഷൻ ആയിക്കോട്ടെ അഡഷൻ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫ്ലോറൽ ഫോർമുലയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ മക്കളെ? And the floral diagram and floral formula in 5.16 represents the mustard plant. This is representing the mustard plant, that is family Brassicaceae. അതായത് ഇത് കുറേ പേര് വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. വിട്ടുപോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്ത് തന്നിട്ടില്ല. ഫ്ലോറൽ ഡയഗ്രാം വിത്തിൻ ഫ്ലോറൽ ഫോർമുല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മക്കളെ. ഇതെന്ന് പറയുന്നത് ബ്രാസിക്കേസിയയുടെ ഫ്ലോറൽ ഡയഗ്രാമാണ്. ബ്രാസിക്കേസിയയുടെ ഫ്ലോറൽ ഡയഗ്രാമാണ്. ബ്രാസിക്കേസിയയുടെ എക്സാമ്പിളാണ് മക്കളെ മസ്റ്റർഡ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, മസ്റ്റർഡ് ആണ് ബ്രാസിക്കേസിയയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഫോർമുലയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം ഫ്ലോറൽ ഫോർമുല വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സി, ബ്രാസിക്കേസിയയുടെ ഫ്ലോറൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ഒരു സിമ്പിൾ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ആക്ടിനോമോർഫിക്. ഇപ്പോൾ മനസ്സിലായി എന്തിനാണ് നമ്മളങ്ങനെ സിമ്പിൾസ് പഠിച്ചതെന്ന്? ആക്ടിനോമോർഫിക് ആണ്. വാട്ട് ഈസ് ദിസ്? ബൈസെക്ഷൽ. ക്ലിയർ? ബൈസെക്ഷൽ ആണ്. ഇതെന്താ? കെ എന്ന് പറയുന്നത് എന്തിനായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്? കെ റെപ്രസെൻറ്റ്സ് കാലിക്സ്, റൈറ്റ്? അപ്പം കാലിക്സ് എത്ര എണ്ണം ഉണ്ട്? മൊത്തം 4 എണ്ണം ഉണ്ട് കാലിക്സ്. ഓക്കെ, എങ്ങനെയാണ് ഇവർ നിൽക്കുന്നത്? ഫ്യൂസ്ഡ് ആയിട്ടാണോ നിൽക്കുന്നത്? ഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ബ്രാക്കറ്റ് ഉണ്ടാകും. അതായത് ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് ഉണ്ടെങ്കിലാണ് ഫ്യൂസ്ഡ് ആണ് എന്ന് പറയാം. പക്ഷേ നമ്മളുടെ ബ്രാസിക്കേസിയ അല്ലെങ്കിൽ മസ്റ്റർഡ് ഫാമിലിയിൽ കാലിക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ അവർ ഫ്യൂസ്ഡ് ആയിട്ടല്ല നിൽക്കുന്നത്, ദേ ആർ ഫ്രീ. ഫ്യൂസ്ഡ് ആയിട്ടല്ല മക്കളെ നിൽക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ 2+2 എന്ന് കൊടുത്തത്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഡയറക്റ്റ് 4 എന്ന് കൊടുക്കാൻ പറ്റാത്തത്? 4 ഇങ്ങനെ കൊടുത്താൽ ഫ്യൂസ്ഡ് ആണെന്നും ഇങ്ങനെ എന്തുകൊണ്ടാണ് 4 എന്ന് കൊടുക്കാൻ പറ്റാത്തത്? കാരണം ഇവരുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് 2+2 രീതിക്കാണ്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും. സി, ഇതും ഈ ഒരു കാലിക്സും ഇതാണല്ലോ നമ്മുടെ ഔട്ടർ മോസ്റ്റ് വോൾ. ഇതല്ലേ മക്കളെ ഔട്ടർ മോസ്റ്റ് വോൾ? ആൻഡ് ദിസ് ഈസ് കാലിക്സ് represented by the letter K. ഓക്കെ, ഈ പറയുന്ന കാലിക്സ് ഇത് രണ്ടും നിൽക്കുന്നതും ഓരോ രൂപത്തിലാണ്. എന്ന് വെച്ചാൽ 2 ഒരു രൂപത്തിലും 2 മറ്റൊരു രൂപത്തിലുമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിന് 2+2 എന്ന് കൊടുത്തത്. ഓക്കെ, ഇനി ഇത് സപ്പോസ് ഇങ്ങനെ ആയിരുന്നുവെങ്കിലോ, എല്ലാം ഒരേ ലൈനിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 4 എന്ന് കൊടുക്കാം.
ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? മനസ്സിലായോ എന്തുകൊണ്ടാണ് അങ്ങനെ 2+2 എന്ന് കൊടുത്തത്? ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഫ്ലോറൽ ഫോർമുല. ഫ്ലോറൽ ഫോർമുല പഠിച്ചാൽ ഫ്ലോറൽ ഡയഗ്രാം ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ വരച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരുന്നു? കാലിക്സ് 2+2, ദെൻ കൊറോള. കൊറോള 4 ആണ്. അവിടെ എന്തുകൊണ്ടാണ് 2+2 എന്ന് കൊടുക്കാത്തത്? കാരണം ഇവർ ഡിഫറെൻറ്റ് ലൈൻസിലായിട്ടല്ല നിൽക്കുന്നത്. കൊറോള എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് വേർഡാണ്. അത് നമുക്ക് നോക്കാം. ഇവിടെ 4 എന്നല്ല കൊടുത്തത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്തിനാണ് കാലിക്സ് 2+2 എന്ന് കൊടുത്തത് 4ന് പകരം. എന്തുകൊണ്ടാണ് അത് ബ്രാക്കറ്റിൽ കൊടുക്കാതിരുന്നത്? കാരണം ഈ പറയുന്ന കാലിക്സ് ഇവിടെ എന്തല്ല, ഫ്യൂസ്ഡ് ആയിട്ടല്ല നിൽക്കുന്നത്. ഓരോരുത്തരും ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്, റൈറ്റ്? ഇവർ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2+2 എന്ന് കൊടുക്കാൻ പറ്റും വിത്തൗട്ട് ബ്രാക്കറ്റ്. ഇനി കൊറോള ഇവർ ഡയറക്റ്റ് എന്തായിട്ടാണ് കൊടുത്തത്? 4 എന്നാണ് കൊടുത്തത്. 2+2 എന്നല്ല റെപ്രസെൻറ്റ് ചെയ്തത്, ഡയറക്റ്റ് 4 ആയിട്ടാണ് കൊടുത്തത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് നമ്മളുടെ കൊറോള. ഇതാണ് മക്കളെ കൊറോള. ഈ കൊറോള നിൽക്കുന്നതൊക്കെ ഒരു ലൈനിലല്ലേ? നോക്കുന്നുണ്ടോ മക്കൾ? കാണുന്നില്ലേ? ഇതൊക്കെ നിൽക്കുന്നത് ഒരേ ലൈനിലാണ്. ഇവരെനിക്ക് അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവരൊരേ ലൈനിലാണോ മക്കളെ നിൽക്കുന്നത്? 2 ഡിഫറെൻറ്റ് ലൈൻസിലായിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന ഔട്ടർ മോസ്റ്റ് വോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഇവിടേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പറയുന്ന ഇന്നർ മോസ്റ്റ് വോൾ, അതായത് കാലിക്സിലെ തന്നെ ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള പാർട്ട് നമുക്കിങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഇവർ നിൽക്കുന്നത് 2 ലൈൻസിലാണ് കാലിക്സ്. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 2/2. എന്നാൽ കൊറോള നിൽക്കുന്നത് എങ്ങനെയാണ്? കൊറോള നിൽക്കുന്നത് ഒരു സിംഗിൾ ലൈനിൽ തന്നെ ആയതുകൊണ്ട്, തന്നെ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 4. സിംപ്ലി ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് 4. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ഇനി ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ? ലൈക്ക് ഫ്ലോറൽ ഫോർമുല പഠിച്ചു വെച്ചാൽ ഫ്ലോറൽ ഡയഗ്രാം ഇനി സുഖമായിട്ട് വരച്ചൂടെ? 4 എന്ന് കണ്ടാൽ എങ്ങനെയാണ് വരക്കേണ്ടത്, അല്ലെങ്കിൽ 2+2 എന്ന് കണ്ടാൽ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായല്ലോ? ഡയഗ്രാം എങ്ങനെ വരക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ മക്കളെ? സോ ലെറ്റ്സ് മൂവ് ഓൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റിനോമോർഫിക് പറഞ്ഞു, ബൈസെക്ഷൽ പറഞ്ഞു, കാലിക്സ് പറഞ്ഞു, കൊറോള പറഞ്ഞു. അടുത്തതാണ് മക്കളെ ആൻഡ്രീഷ്യം. സോ ആൻഡ്രീഷ്യം എങ്ങനെയാണ്? 2+4 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. വാട്ട് മീൻ ദാറ്റ്? അതായത് 2 എന്ന് പറയുന്നത് 2 എണ്ണം ഒരു ടൈപ്പിലും 4 മറ്റൊരു ലൈനിലും ആയിരിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. ലൈൻ മീൻസ് വെദർ ദേ ആർ റെപ്രസെൻറ്റഡ് ഇൻ എ സിംഗിൾ ഫാഷൻ. ഓക്കെ, അതെങ്ങനെയാണ്? ഒരു സിംഗിൾ ഫാഷനിലാണോ അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഡബിൾ ഫാഷൻ മോഡിലാണോ അവർ റെപ്രസെൻറ്റ് ചെയ്തത് എന്നതാണ് കാണിക്കുന്നത്. 2+4 എന്നാ പറഞ്ഞത്. ലെറ്റ്സ് ഗോ ടു ദ ഫ്ലോറൽ ഡയഗ്രാം. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് മക്കളെ ആൻഡ്രീഷ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മളുടെ കാലിക്സ് എന്നും, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് K. ഇതാണ് നമ്മളുടെ കൊറോള. ഇതാണ് മക്കളെ എന്ത്? കൊറോള. ഇതാണ് കൊറോള ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് C. ഇനി അടുത്തതാണ് ദിസ് വൺ. ഇതാണ് ആൻഡ്രീഷ്യം. ഇതാണ് നമ്മളുടെ ആൻഡ്രീഷ്യം റെപ്രസെൻറ്റഡ് ആസ് A. ക്ലിയർ? എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്? A വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഈ ബ്രാക്കറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്യൂഷൻ അല്ല, ജസ്റ്റ് ഐ എം റെപ്രസെൻറ്റിങ് ദാറ്റ് ലെറ്റർ. ഓക്കെ, ഇവിടെ കാണിക്കുന്ന ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ലെറ്റർ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ അത് കൺഫ്യൂഷൻ വരുമോ? നമുക്കത് റൈസ് ചെയ്ത് കളയാം, അതാ നല്ലത്. മറ്റേ കുറച്ച് പേര് വരും, മിസ്സ് അവിടെയൊക്കെ ബ്രാക്കറ്റ് ഇട്ടിരുന്നല്ലോ, അപ്പോൾ ഇവിടെ നിന്ന് ഫ്യൂഷൻ കാണുന്നില്ലല്ലോ എന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ മക്കൾ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്? സോ നമ്മൾ എന്താ പറഞ്ഞത്? ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിൻ്റെ നമ്പർ എത്രയാണ് റെപ്രസെൻറ്റ് ചെയ്തത്? ആൻഡ്രീഷ്യം 2+4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2+4. ഞാൻ പറഞ്ഞു ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഓർത്ത് വെച്ചാൽ മതി നിങ്ങൾ. ഒരു സിംഗിൾ ലൈനിനെ അതിനെങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു സർക്കിൾ, അതായത് ഒരേ ലൈനിൽ ഒരേ സർക്കംഫറൻസിൽ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. സി, ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ആൻഡ്രീഷ്യം. ഓക്കെ, ഈ ഒരു ആൻഡ്രീഷ്യത്തിന് എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തൂടെ? ഇവരെ 2 പേരെ എനിക്ക് ഒരു ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്തൂടെ മക്കളെ? മനസ്സിലായോ? അപ്പം അത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. 2 എണ്ണം ഒന്നിലാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് 2. ഇനി പ്ലസ്, ഇനി എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4. ഈ 4 എണ്ണത്തിന് എനിക്ക് ഒന്നിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഈ 4 എണ്ണത്തിന് എനിക്ക് ഒരേ ലൈനിലല്ലേ മക്കളെ കിട്ടുക ജോയിൻ ചെയ്യുമ്പം? മനസ്സിലായോ എന്തുകൊണ്ടാണ് 2+4 എന്ന് വന്നത്? ഔട്ടർ മോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ഈ 2 എണ്ണമാണ്. അപ്പോൾ ആദ്യം നമ്മൾ 2 എന്ന് എഴുതി, പ്ലസ് നമുക്ക് എത്ര എണ്ണം കൂടെ ഉണ്ട്? മൊത്തം 4 എണ്ണം കൂടെ ബാക്കിയുണ്ട്, ദാറ്റ് ഈസ് 4. അങ്ങനെ ടോട്ടൽ 6 ആൻഡ്രീഷ്യം ഈസ് പ്രസൻറ്റ്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് ഫ്ലോറൽ ഫോർമുലയിൽ നിന്നും
ഫ്ലോറൽ ഡയഗ്രത്തിൽ നിന്നും കിട്ടും. ഫ്ലോറൽ ഫോർമുലയിൽ നിന്നും ആ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആയോ? ഓക്കെ ആണോ മക്കളെ? സോ ഇത്രയാണ് നമുക്ക് ആൻഡ്രേഷ്യത്തിനെ പറ്റി പറയാനുള്ളത്. സോ ആൻഡ്രേഷ്യം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തയാൾ ആരാണ്? ഇറ്റ് ഈസ് ഗൈനീഷ്യം. ഓക്കെ, ഗൈനീഷ്യം എന്താണ് മക്കളെ കാണിക്കുന്നത്? ഗൈനീഷ്യം റെപ്രസെൻറ്റ്സ് സുപ്പീരിയർ ഓവറി. സുപ്പീരിയർ ഓവറി. ഗൈനീഷ്യം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? സുപ്പീരിയർ ഓവറിയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ലുക്ക് അറ്റ് ദിസ്. ഗൈനീഷ്യം സുപ്പീരിയർ ഓവറിയാണെന്ന് എങ്ങനെ മനസ്സിലായത് നിങ്ങൾക്ക്? കാരണം അതിൻ്റെ താഴെയാണ് മക്കളെ ഒരു ബാർ വന്നിട്ടുള്ളത്, ലൈൻ ഇട്ടിട്ടുള്ള താഴെയാണ്. സോ ഇറ്റ് ഈസ് സുപ്പീരിയർ ഓവറിയാണെന്ന് മനസ്സിലായി. ഇനി അതിൻ്റെ ബ്രാക്കറ്റിൽ 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ബ്രാക്കറ്റിൽ കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഇറ്റ് ഈസ് ഗാമോ എന്ന് വെച്ചാൽ അത് ഫ്യൂസ്ഡ് ആണ്, യുണൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ആ ഒരു ബ്രാക്കറ്റിൽ നിന്നും മനസ്സിലായി. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണ് ഉള്ളത്. 2 എണ്ണമാണ് ഉള്ളത്. ഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓവറി സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ? സുപ്പീരിയർ ആണ്. കാരണം ദിസ് വൺ റെപ്രസെൻറ്റ്സ് എ സുപ്പീരിയോറിറ്റി, റൈറ്റ്? ദിസ് വൺ റെപ്രസെൻറ്റ്സ് ദ സുപ്പീരിയോറിറ്റി. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ കിട്ടിയെന്നും കൂടെ നോക്കാം. സി, ഇതാണ് നമ്മളുടെ ആൻഡ്രേഷ്യം. ഇതാണ് നമ്മളുടെ ആൻഡ്രേഷ്യം, റൈറ്റ്? ഇതാണ് നമ്മളുടെ ഗൈനീഷ്യം. ഇവിടെ ഗൈനീഷ്യം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണ് ഉള്ളത്. ഇവരെങ്ങനെയാണ് നിൽക്കുന്നത്? ഗൈനീഷ്യം 2 എണ്ണം ഉണ്ട്. ഇവർ കണ്ടോ ഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു സിംഗിൾ ഇതിൽ തന്നെ ഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ എന്ന് നമുക്കിത് നോക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റത്തില്ല. അത് നമ്മൾ പഠിച്ച് വെച്ചേ പറ്റൂ. ക്ലിയർ ആയല്ലോ മക്കളെ? സോ ഇത്രയാണ് നമുക്കൊരു ഫ്ലോറൽ ഫോർമുല വഴി ഫ്ലോറൽ ഡയഗ്രത്തിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളതിൻ്റെ ആൻസർ. ക്ലിയർ ആയോ? ഇപ്പം നമ്മൾ പഠിച്ചത് ഏതിൻ്റെതാണ് മക്കളൊന്ന് പറഞ്ഞേ? ഇപ്പം നമ്മൾ പഠിച്ചത് ഏത് ഫാമിലിയുടേതാണ്? ഫാമിലി ബ്രാസിക്കേസിയെ. ബ്രാസിക്കേസിയെ എന്ന് പറയുന്ന ഫാമിലിയുടെ ഫ്ലോറൽ ഫോർമുല പഠിച്ചു. അത് വെച്ചിട്ട് എങ്ങനെ ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാം എന്നുള്ളതും കൂടെ പഠിച്ചു. ഓക്കെ, എങ്ങനെയായിരുന്നു മക്കളെ ഫ്ലോറൽ ഫോർമുല വന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് ആക്റ്റിനോമോർഫിക് ആണ്, കാലിക്സ് ബൈസെക്ഷൽ ആണ്. ഈ ഒരു ഓർഡറിൽ തന്നെ വേണം കേട്ടോ മക്കളെ എഴുതാൻ വേണ്ടിയിട്ട്. ആക്റ്റിനോമോർഫിക് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുപോയിട്ട് കാലിക്സ് എന്നും കൊറോള എന്നും എഴുതി വെക്കേണ്ട. നിങ്ങൾ എല്ലാ ഫാമിലിയിലും ഇതേ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. ഓക്കെ, ഇതേ ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ വി വിൽ റൈറ്റ് അബൌട്ട് വെദർ ഇറ്റ് ഈസ് ആക്റ്റിനോമോർഫിക് ആണോ സൈഗോമോർഫിക് ആണോ എന്നുള്ളത്. ആൻഡ് ദെൻ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സെക്ഷുവാലിറ്റി, വെദർ ഇറ്റ് ഈസ് ബൈസെക്ഷൽ ആണോ യൂണിസെക്ഷൽ ആണോ, അതിൽ തന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വേൾഡിലോട്ട് കിടക്കുക, ദാറ്റ് ഈസ് കാലിക്സ്. സെക്കൻഡ് വേൾഡ് കൊറോള, പിന്നെ ആൻഡ്രേഷ്യം, ഗൈനീഷ്യം. ഇങ്ങനെ ഓരോന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. സോ നമ്മളുടെ ഡയഗ്രത്തിലെ ഫ്ലോറൽ ഫോർമുല ഓഫ് ദ ബ്രാസിക്കേസിയ അല്ലെങ്കിൽ മസ്റ്റർഡ് ഫാമിലി എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് ആക്റ്റിനോമോർഫിക്. അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ മക്കളെ? ഇറ്റ് ഈസ് ആക്റ്റിനോമോർഫിക് ആൻഡ് ബൈസെക്ഷൽ ആണ്. കാലിക്സ്, ഔട്ടർ മോസ്റ്റ് വേൾഡ്, ദാറ്റ് ഈസ് കാലിക്സ്. കാലിക്സ് എങ്ങനെയായിരുന്നു? 2+2 ഫോർമുലാണ്. കൊറോള എന്ന് പറയുന്നത് 4, ആൻഡ്രേഷ്യം എന്ന് പറയുന്നത് 2+4, ഗൈനീഷ്യം സുപ്പീരിയർ ഓവറി 2, ഫ്യൂസ്ഡ്. ഇങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കുക. ഗൈനീഷ്യം സുപ്പീരിയർ ഓവറി ഫ്യൂസ്ഡ് ആണ് എന്നുള്ളത് പറഞ്ഞു പഠിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? ദിസ് ഈസ് ദ ഫ്ലോറൽ ഡയഗ്രാം, ഫ്ലോറൽ ഫോർമുല ഓഫ് ദി ഫ്ലോറൽ ഡയഗ്രാം ബ്രാസിക്കേസിയെ. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ മക്കളെ? വെരി 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 ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണല്ലോ? എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ, ഇതോടുകൂടെ നമ്മളുടെ ഫസ്റ്റ് ഫാമിലി കഴിഞ്ഞു. ഈ ഒരു ഫസ്റ്റ് ഫാമിലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സിംഗിൾ എക്സാമ്പിൾ മാത്രമാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റ് ആ ഒരു ഫ്ലോറൽ ഫോർമുലയിലും ഫ്ലോറൽ ഡയഗ്രത്തിലും എന്താണോ തന്നിട്ടുള്ളത് അത് മാത്രമേ പഠിക്കാനുള്ളൂ. നമ്മൾ ഇനിയിപ്പം സൊളനേസിയെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ബ്രാസിക്കേസിയയിൽ വിട്ടു പോകാണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഡോട്ട്. ഇതെന്തായിരുന്നു? മദർ ആക്സിസ് വിത്ത് അതേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആ ഒരു ഡോട്ട് എന്ന് പറയുന്നത്. സോ നമ്മളുടെ നെക്സ്റ്റ് സെക്കൻഡ് ഫാമിലിയാണ് മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് സൊളനേസിയെ. സെക്കൻഡ് ഫാമിലി എന്താണ്? സൊളനേസിയെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലോ അതോ അതിൻ്റെ പ്രീവിയസ് ക്ലാസ്സിലോ വെച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മക്കളെ എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിക്കണം നിങ്ങൾ. ഓക്കെ, എക്സാമ്പിൾ വെച്ച് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്ലാസൻറ്റേഷൻ ഏത് ടൈപ്പാണ് വരിക, ഏത് ടൈപ്പ് ഓഫ് ഫേസ്റ്റുവേഷനാണ് വരിക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. ഒരു എക്സാമ്പിൾ പഠിക്കുക. ലൈക്ക് ഇപ്പോൾ സൊളനേസിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിക്ക് ഓർമ്മ വരേണ്ട ഒന്നാണ് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. സോ പൊട്ടാറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ ടൊമാറ്റോ ഒക്കെ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊന്നും കൂടെ ഈസി ആയിട്ട്
അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും, കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ എഴുതാൻ പറ്റും. അത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അതുകൊണ്ട് പൊട്ടാറ്റോ എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ, ഇഫ് ഐ എം തിങ്കിങ് ദാറ്റ് ഇറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് സൊളനേസിയെ എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം എനിക്ക് അതിലെല്ലാ കാര്യങ്ങളും കിട്ടണമെന്നില്ല. എന്താണ് ആ ഒരു പൊട്ടാറ്റോ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ഞാൻ അറിയണം. ഓക്കെ, അത് നിങ്ങൾ മിനിമം കണ്ടിരിക്കണം. അതിൻ്റെ പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ ലീഫ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിലേ ഞാൻ ഈ പറഞ്ഞതിനൊരു എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ അതിൽ നിന്ന്. ഓക്കെ, എക്സാമ്പിൾ വെച്ച് പഠിക്കാമെന്ന് പറയുന്നത് എന്തിനാ? നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യം വെച്ചിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സ് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമുക്ക് എന്തറിയണം? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് അറിയണം. അതറിയാണ്ട് നമ്മൾ ഓക്കെ ഞാൻ എക്സാമ്പിൾ വെച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ മിസ്സ് പറഞ്ഞതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു സംഭവം പറ്റത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ പ്ലാന്റ് എങ്ങനെ ഇരിക്കുന്നു, അതിൻ്റെ ലീഫ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അറിയണം. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? We have to learn about the Solanaceae and see it is the potato family. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഓർത്ത് വെക്കണം എന്നുള്ളത്. Solanaceae എന്ന് കേട്ടാൽ ഇനി നിങ്ങൾക്ക് എന്താ ഓർമ്മ വേണ്ട? പൊട്ടാറ്റോ. It is the potato family and it is a large family. It is also a large family. It is widely distributed in tropics, subtropics and even in temperate zone. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ മക്കളെ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാം. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം. എവിടേക്കാണ് ഇവർ കാണുന്നത്? ട്രോപ്പിക്സിലുണ്ട്, സബ് ട്രോപ്പിക്സിലുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേറ്റ് സോൺസിലുണ്ട്. ട്രോപ്പിക്സ്, സബ് ട്രോപ്പിക്സ് ആൻഡ് ഓൾസോ ഇൻ ടെമ്പറേറ്റ് സോൺസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അത് നമുക്ക് നമ്മളുടെ ഫിഗറിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഇവരുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. ആരൊക്കെയാണ് ഈ പറയുന്ന സൊളനേസിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ലൈക്ക് പ്ലാന്റ്സ് മോസ്റ്റ്ലി ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് റയർലി സ്മോൾ ട്രീസ്. ഭയങ്കര ലാർജ് ട്രീസ് ഒന്നും ഈ സൊളനേസിയയിൽ ഇൻക്ലൂഡഡ് അല്ല. ക്ലിയർ ആണോ? ആരൊക്കെയായിരുന്നു സൊളനേസിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ലൈക്ക് ഹെർബ്സ്, ഷ്രബ്സ് അല്ലെങ്കിൽ സ്മോൾ ട്രീസ് ഒക്കെയാണ് സൊളനേസിയയിൽ കാണുന്നത്. ഹെർബ്സ്, ഷ്രബ്സ്, അതുപോലെ തന്നെ സ്മോൾ ട്രീസ്, ഇതൊക്കെയാണ് മക്കളെ എവിടെ കാണുന്നത്? സൊളനേസിയയിൽ കാണുന്നത്. സൊളനേസിയയിലത്തെ ആൾക്കാരെ മനസ്സിലായല്ലോ? ഇനി ഇവരുടെ സ്റ്റെമ്മാണ് അടുത്ത് പറയുന്നത്. ലൈക്ക് ഇനി നമ്മൾ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് പറയണം. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഫ്ലോറൽ ഫോർമുല അല്ലെങ്കിൽ ഫ്ലോറൽ ഡയഗ്രാം എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, എന്തിനൊക്കെയാണ് കാണിക്കുക എന്നുള്ളത് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ അവരുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുമാണ് നമ്മൾ ഫ്ലോറൽ ഡയഗ്രാം അല്ലെങ്കിൽ ഫ്ലോറൽ ഫോർമുല പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഹാബിറ്റാറ്റിനെ ബേസ് ചെയ്തിട്ട് എന്ന് പറയുന്നത് ഇപ്പം സൊളനേസിയെ തന്നെ സബ് ട്രോപ്പിക്സിലും ട്രോപ്പിക്കൽ ഏരിയാസിലും ടെമ്പറേറ്റ് സോൺസിലൊക്കെയാണ് കാണുന്നതെന്ന് പറഞ്ഞു. സോ ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഇതാണല്ലോ ഹാബിറ്റാറ്റ്. ഇനി അടുത്തത് എന്തായിരുന്നു? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഈ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെമ്മ് വരാം, ലീഫ് വരാം, റൂട്ട് വരാം, ഫ്ലവർ പാർട്സ് വരാം, അവരുടെ ഇൻഫ്ലോറസൻസ് വരാം, അല്ലെങ്കിൽ വാട്ട് എവർ ബി ദാറ്റ് ലൈക്ക്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്. സോ ആദ്യത്തെ നമ്മൾ കഴിഞ്ഞു, ദാറ്റ് ഇറ്റ് ഹാബിറ്റാറ്റ്. ഓക്കെ, ഹാബിറ്റാറ്റിൽ എന്തൊക്കെ വന്നു? നമ്മളുടെ ട്രോപ്പിക്സ്, സബ് ട്രോപ്പിക്സ് ആൻഡ് ഈവൻ ടെമ്പറേറ്റ് സോൺസ് എന്ന് വന്നു. ഈ 3 ഹാബിറ്റാറ്റ്സിലാണ് നമുക്ക് സൊളനേസിയനെ കാണാൻ പറ്റുക. ഇനി അടുത്തതെന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൽ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സ്റ്റെം. ഓക്കെ, എങ്ങനെയായിരിക്കും മക്കളെ ഈ പറയുന്ന സൊളനേസിയയുടെ സ്റ്റെം ഇരിക്കുക? ഇറ്റ് ഈസ് ഹെർബേഷ്യസ് ആൻഡ് റെയർലി വുഡി. ഹെർബേഷ്യസ്, റെയർലി വുഡി ആയിരിക്കും. ഞാൻ പറഞ്ഞു ഭയങ്കര ഹൈ ട്രീസ്, ബിഗ് ട്രീസ് ഒന്നും ഇതിലില്ല. സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലിയിൽ ഭയങ്കരമായിട്ടുള്ള വലിയ ട്രീസുകളൊന്നും ഇതിൽ കാണുന്നില്ല. ഓക്കെ, ഇവരിൽ ഹെർബ്സും ഷ്രബ്സും അതുപോലെ തന്നെ സ്മോളർ ട്രീസുമാണ് നമുക്ക് സൊളനേസിയയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പം ഈ പറയുന്ന ഹെർബ്സിൻ്റെ ആയിക്കോട്ടെ, ഷ്രബ്സിൻ്റെ ആയിക്കോട്ടെ, സ്മോൾ ട്രീസിൻ്റെയൊക്കെ സ്റ്റെം എങ്ങനെയായിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം, റൈറ്റ്? ഇപ്പം ഒരു റോസ് എന്ന് പറയുന്ന പ്ലാന്റ്, അതിൻ്റെ സ്റ്റെം എങ്ങനെയുണ്ടാവുക? ഭയങ്കര ഹാർഡായിട്ടാണ് ഉണ്ടാവുക? അല്ല. അതുകൊണ്ടാണ് പറയുന്നത് റെയർലി വൂഡി ആയിരിക്കും. ഹെർബേഷ്യസ് റെയർലി വൂഡി ആയിരിക്കും, ഏരിയൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, സിലിണ്ട്രിക്കൽ, ബ്രാഞ്ച്ഡ്. അതിലൊന്നും ഡൗട്ടില്ലല്ലോ ബ്രാഞ്ച്ഡ് ആയിരിക്കും എന്നുള്ളത്. സിലിണ്ട്രിക്കൽ രൂപത്തിൽ തന്നെ ഉണ്ടാവാം മക്കളെ, അതോ വേറെ ഏതെങ്കിലും ഷേപ്പിലാണോ? അല്ല, സിലിണ്ട്രിക്കൽ രൂപത്തിൽ തന്നെയാണ് അവരുടെ സ്റ്റെം ഇരിക്കുക. ഇറക്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ സോളിഡ് ആവാം, ഹോളോ ആവാം. ഇറ്റ് മേ ബി സോളിഡ് ഓർ ഇറ്റ് മേ ബി ഹോളോ. ഓക്കെ, കാരണം ഇതിൽ എന്ത് വരുന്നുണ്ട്? ഹെർബ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിലെന്തൊക്കെ വരുന്നുണ്ട്? ഹെർബ്സ് വരുന്നുണ്ട്, ഷ്രബ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ
ട്രീസ്. എങ്ങനത്തെ ട്രീസ് ആണ് വരുന്നത്? സ്മോളർ ട്രീസ്. ഓക്കെ, സ്മോളർ ട്രീസ് വരുന്നുണ്ട്. ഇത്രയും ആളുകൾ വരുമ്പോൾ അവരുടെ സ്റ്റെം ഇറ്റ് മേ ബി എന്താവാം, സോളിഡ് ആവാം അല്ലെങ്കിൽ ഹോളോ ആവാം. അതിൽ നമുക്ക് ഇവർ എപ്പോഴും ഹോളോ ആയിട്ടുള്ള സ്റ്റെമ്മാണ് കാണിക്കുക, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? ഇനി അതുപോലെ തന്നെ ഹെയറി ഓർ ഗ്ലാബ്രസ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇൻ പൊട്ടാറ്റോ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഇൻ പൊട്ടാറ്റോ. പൊട്ടാറ്റോയിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിട്ടായിരിക്കും കാണുക. മോഡിഫിക്കേഷൻസിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ ബിഗിനിങ്ങിൽ, റൈറ്റ്? സോ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിട്ടും ഇവരിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പൊട്ടാറ്റോ. മക്കളെ, പൊട്ടാറ്റോയുടെ സയൻറ്റിഫിക് നെയിം പഠിക്കാനുണ്ട് നമുക്ക്. നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെ? നമ്മൾ ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്റർ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറേ സയൻറ്റിഫിക് നെയിംസ് പഠിച്ചിട്ടുണ്ട്. സോ അതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പൊട്ടാറ്റോ. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? മറന്നുപോയോ മക്കളെ? ദാറ്റ് ഈസ് സൊളാനം ട്യൂബറോസം. ഓക്കെ, ഇതെങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഓരോന്നും സിംഗിളായിട്ട് അണ്ടർലൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ മക്കള്? സോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിലെ സ്റ്റെമ്മിൽ പറയാനുള്ളത്. ആരുടെ? സൊളനേസിയയുടെ സ്റ്റെം. ഓക്കെ, സൊളനേസിയെ ആലോചിക്കുമ്പോൾ തന്നെ ഓർക്കേണ്ടത് ആരെയാണ്? പൊട്ടാറ്റോ ഫാമിലിനെയാണ് ഓർക്കേണ്ടത്. അവരുടെ സ്റ്റെം എങ്ങനെയൊക്കെ ആവാം? ദാറ്റ് ഈസ് ഹെർബേഷ്യസ്, റെയർലി വുഡിയാണ്, ഏരിയൽ, ഇറക്റ്റ്, സിലിണ്ട്രിക്കൽ, സോളിഡ് ആവാം, അതുപോലെ തന്നെ ഹോളോ ആവാം. അത് നമുക്ക് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ അതുപോലെ സിലിണ്ട്രിക്കലാണ്, ബ്രാഞ്ച്ഡ് ആണ്, ഹെയറി ഓർ ഗ്ലാബ്രസ്. ആൻഡ് പൊട്ടാറ്റോയുടെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെം എങ്ങനെയായിരിക്കും? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആയിട്ടാണ് കാണുന്നത്. സോ പൊട്ടാറ്റോയുടെ ബയോളജിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം എന്തായിരുന്നു മക്കളെ? ദാറ്റ് ഈസ് സൊളാനം ട്യൂബറോസം. അതിൻ്റെ കുറേ എങ്ങനെയൊക്കെയാണ് 5 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഒരു സയൻറ്റിഫിക് നെയിം എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം, അല്ലാണ്ട് ഒരുമിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പാടില്ല. പ്രിൻ്റ് ഔട്ട് ചെയ്യുമ്പം ഇറ്റാലിക്സിൽ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അണ്ടർലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് നമ്മളുടെ ടെക്സ്റ്റിലൊന്നും ആ ഒരു സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് പോർഷൻ കാണാൻ പറ്റാത്തത്. ഈവൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഇറ്റാലിക്സിലാണ് എഴുതുന്നത്. നമ്മളിങ്ങനെ ഇറ്റാലിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും, അതൊരു കുറച്ചൊന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു രൂപമാണ് ഇറ്റാലിക്സിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫോണിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ഗൂഗിളിൽ ചുമ്മാ നിങ്ങൾ അടിച്ച് നോക്ക് ഇറ്റാലിക്സ് റൈറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്തിട്ടുള്ള രൂപത്തിലാണ് കാണാൻ പറ്റുക. ഓക്കെ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിന് ടിൽറ്റ് ചെയ്ത രൂപത്തിലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ അതുകൊണ്ടാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ മക്കളെ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യണം. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് വെജിറ്റേറ്റീവ് ക്യാര, ദാറ്റ് ഈസ് അബൌട്ട് ലീവ്സ്. ലീവ്സ് എങ്ങനെയാണ് മക്കളെ നിൽക്കുക? എക്സാമ്പിൾ എടുക്കുക. പൊട്ടാറ്റോ വേണ്ട, മറ്റെന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് എക്സാമ്പിൾ എടുത്താൽ നിങ്ങൾ അതിൻ്റെ ലീഫ് പോയി നോക്കുക. ഓക്കെ, ലീഫ് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഓൾട്ടർനേറ്റ് ലീഫ് കാണാൻ പറ്റും. ലൈക്ക് ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് മെക്കോയ് പ്ലാന്റ്, സൊളാനം നൈഗ്രം. എന്താണ്? മെക്കോയ് പ്ലാന്റ്. ഇതിൻ്റെ ലീഫ് നോക്കും മക്കളെ, എങ്ങനെയാണ് നിൽക്കുന്നത്? ഓൾട്ടർനേറ്റ് അല്ലേ? ഒന്നിവിടെ ആണെങ്കിൽ ഒന്നിവിടെ അല്ലേ? ഓപ്പോസിറ്റ് അല്ലല്ലോ. ലൈക്ക് ഒരു ലീഫ് ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഇതേ സെയിം നോഡിൽ നിന്ന് തന്നെയാണ് അടുത്ത ലീഫും വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പോസിറ്റ്. ഇവിടെ അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? അല്ല, 2 ഡിഫറെൻറ്റ് നോഡ്സിൽ നിന്നുമാണ് മക്കളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇവരുടെ ലീവ്സ് എങ്ങനെയായിരിക്കും നിൽക്കുക? ഇറ്റ് വിൽ ബി ഓൾട്ടർനേറ്റ്. ലീവ്സ് എങ്ങനെയാണ്? ഓൾട്ടർനേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സിംഗിൾ എന്തെങ്കിലും ഒരു പ്ലാന്റ് എടുക്കുക, അതിനൊന്ന് നോക്കുക, അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ എങ്ങനെയാണ് ലീവ്സ് ഇരിക്കുക? ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ലീവ്സ് ഇരിക്കുക, ഓപ്പോസിറ്റ് അല്ല. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ നോഡിൽ നിന്നും അല്ല ലീവ്സ് അറേസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് നോഡ്സിൽ നിന്നുമാണ് ലീവ്സ് അറേസ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ അവരെ ഓൾട്ടർനേറ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ? പിന്നെന്തായിരിക്കും? സിമ്പിളായിരിക്കും. എന്ന് വെച്ചാൽ കോമ്പൗണ്ട് ലീഫ് അല്ല. കോമ്പൗണ്ട് ലീഫ് ആകുമ്പോഴല്ലേ അവർ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആണോ പാമേറ്റ്ലി കോമ്പൗണ്ട് ആണോ എന്നൊക്കെ പറയാം. ക്ലിയർ? ഇതെന്താണ്? സിംഗിൾ ലീഫായിരിക്കും അല്ലെങ്കിൽ സിമ്പിൾ ലീഫായിരിക്കും. ഇവരെങ്ങനെയാണ് മക്കളെ? സിമ്പിൾ ലീഫായിരിക്കും. റെയർലി പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിരിക്കും. ഓക്കെ, വെരി റെയർ ആയിട്ട് നമുക്ക് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് കാണാം. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? നീമിനെ പോലെ അല്ലേ? ഇതുപോലെ നീമിനെ പോലെയാണ് കാണാൻ പറ്റുക. ക്ലിയർ ആയോ മക്കളെ? പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആണ്. ഇവർ മെയിൻലി എങ്ങനെ തന്നെയാണ്? സിമ്പിളാണ്, ഓൾട്ടർനേറ്റ് ആണ്. ഓക്കെ, പിന്നെന്താണ്? എക്സ്റ്റിപ്പുലേറ്റ്. ഇറ്റ് ഈസ് എക്സ്റ്റിപ്പുലേറ്റ്.
സ്റ്റിപ്യൂൾസ് അറിയൂലേ? സ്റ്റിപ്യൂൾസ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലല്ലോ, ആ ലീഫ് ലൈക്ക് സ്ട്രക്ചർ. സോ എക്സ്റ്റിപ്പുലേറ്റ്, ഇറ്റ്സ് നോട്ട് പ്രസൻറ്റ്. ഓക്കെ. ആൻഡ് വീനേഷൻ ഈസ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. രണ്ട് വീനേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് പാരലൽ വീനേഷനും, ഇങ്ങനെയായിരിക്കും ഒരു ലീഫിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരിക. പാരലൽ വീനേഷനുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് പാരലൽ വീനേഷൻ. ഓക്കെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റെട്ടിക്കുലേറ്റ് വീനേഷൻ, ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. സോ ഇവരുടെ കേസിൽ സൊളനേസിയയുടെ ലീവ്സ് എങ്ങനെയായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് വീനേഷൻ ഈസ് റെട്ടിക്കുലേറ്റ് വീനേഷൻ. പാരലൽ വീനേഷനും റെട്ടിക്കുലേറ്റ് വീനേഷനും ഉണ്ടായിരുന്നത്. ഇവരുടെ വീനേഷൻ എങ്ങനെയാണ്? റെട്ടിക്കുലേറ്റ് വീനേഷനാണ്. എന്താണ് വീനേഷൻ എന്ന് പറഞ്ഞാൽ? അറേഞ്ച്മെൻറ്റ് ഓഫ് വെയിൻസ് ഓർ വെയിൻലെറ്റ്സ് ഇൻ എ ലീഫ്. ഇവരുടെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വീനേഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ നമ്മൾ നേരത്തെ നല്ല വൃത്തിക്ക് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ. ഇനി അടുത്ത് നോക്കുക. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ സൊലാനം നൈഗ്രം, ദാറ്റ് ഈസ് മെക്കോയ് പ്ലാന്റ്. ആൻഡ് ദിസ് ഈസ് ദ ഫ്ലവറിംഗ് ട്വിഗ്. ഇതാണ് മക്കളെ ഫ്ലവറിംഗ് ട്വിഗ് എന്ന് പറയുന്നത്. സി, ദിസ് ഈസ് ദ ഫ്ലവറിംഗ് ട്വിഗ്. എക്സാമിന് ഡയഗ്രാംസ് ചോദിക്കാം കേട്ടോ. നമുക്കിതൊന്നും ചോദിക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് മേ ബി. ഓക്കെ. ചോദിക്കാം, ചോദിക്കാതിരിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാതും കവർ ചെയ്യണം. ആൻഡ് ദിസ് ഈസ് ദ ഫ്ലവർ. ഇതാണ് നമ്മുടെ ഫ്ലവർ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ, ദാറ്റ് ഈസ് LS ഓഫ് ദി ഫ്ലവർ. ഓക്കെ. ആൻഡ് ദിസ് വൺ ഈസ് ദ സ്റ്റേമൻ. ദിസ് ഈസ് ദ കാർപ്പൽ. ആൻഡ് ദിസ് ഇസ് ദ ഫ്ലോറൽ ഡയഗ്രാം. ഇതാണ് നമ്മളുടെ ഫ്ലോറൽ ഡയഗ്രാം. ഇതാണ് നമുക്കിനി കറക്റ്റ് ഓരോന്നോരോന്ന് പഠിക്കാനുള്ളത്. ഓക്കെ. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഓരോന്നും പഠിക്കണം. അതിനാദ്യം നമ്മൾ എന്ത് പഠിക്കുക? ഫ്ലോറൽ ഫോമുലയാണ് മക്കളെ നോക്കാൻ പോകുന്നത്. സി, ഫ്ലോറൽ ഫോമുല ഇവിടെ തന്നിട്ടുണ്ട്. ഇവരുടെ ഫ്ലോറൽ ഫോമുല എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ് പഠിക്കാനായിട്ട്. നമ്മളിപ്പം മേലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വെജിറ്റേറ്റീവ് ക്യാരക്ടറിൽ നമ്മൾ പറഞ്ഞു ലീവ്സ് ഓൾട്ടർനേറ്റ് ആണെന്ന് പറഞ്ഞു, എക്സ്റ്റിപ്പുലേറ്റ് ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വീനേഷൻ റെട്ടിക്കുലേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും നമുക്ക് ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ അതിൻ്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സാണ് പഠിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ മക്കളെ? വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് അല്ല എന്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫ്ലോറൽ ഫോമുലയിലോ ഫ്ലോറൽ ഡയഗ്രത്തിലോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, ഈ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണോ ഈ പറയുന്ന ഫ്ലോറൽ ഫോമുലയിൽ അല്ലെങ്കിൽ ഫ്ലോറൽ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന്. ഒരിക്കലുമല്ല. ഫ്ലോറൽ ക്യാരക്ടേഴ്സിനെയാണ് ഫ്ലോറൽ ഫോമുലയിലും ഫ്ലോറൽ ഡയഗ്രത്തിലും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇതുവരെ നമ്മൾ പഠിച്ചത് ഇവരുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ്. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ഫ്ലോറൽ ക്യാരക്ടർ. ഓക്കെ. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അവരുടെ ഇൻഫ്ലോറസൻസ് ആണ്. സോ ഇവരുടെ ഇൻഫ്ലോറസൻസ് എങ്ങനെയായിരിക്കും മക്കളെ? ദാറ്റ് ഈസ് സോളിറ്ററി ആയിരിക്കും, ആക്സിലറി ഓർ സൈമോസ് ആസ് ഇൻ സൊളാനം. സൈമോസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. എന്താണ് റെസിമോസ്, എന്താണ് സൈമോസ്? ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ സോളിറ്ററി ആയിരിക്കും, ആക്സിലറി, സൈമോസ്. ആസ് എക്സാമ്പിൾ എന്താണ്? സൊലാനം എന്ന് പറയുന്നത്. സൊലാനം റെപ്രസെൻറ്റ്സ് ദ ഫാമിലി സൊളനേസിയെ. ഓക്കെ. ഇനി അടുത്തത് ഇവരുടെ ഫ്ലവർ. ഇവരുടെ ഫ്ലവർ എങ്ങനെയാണ് മക്കളെ? ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്. ഞാൻ ഇവിടെ തന്നെ ഇതിൻ്റെ സിമ്പിൾസ് ഇങ്ങനെ വരച്ചിട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം അറ്റ് ലാസ്റ്റ് നമ്മൾക്ക് ഈ ഒരു ഫ്ലോറൽ ഫോമുല ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ. സോ എന്താണ് പറഞ്ഞത്? ബൈസെക്ഷൽ. ബൈസെക്ഷൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഇതല്ലേ ബൈസെക്ഷലിൻ്റെ സിമ്പിൾ. ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്. ഇവിടെ തന്നെ നമുക്ക് രണ്ട് റെപ്രസെൻറ്റേഷൻസ് കിട്ടി. ഓക്കെ. അടുത്തത് കാലിക്സ്. കാലിക്സ് എങ്ങനെയാണ് മക്കളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? കാലിക്സ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ K ആൻഡ് സെപ്പിൾസ് 5. എത്ര സെപ്പിൾസ് ഉണ്ട്? 5 സെപ്പിൾസ് ഉണ്ട്. എങ്ങനെയാണ് അവർ നിൽക്കുന്നത്? യുണൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. യുണൈറ്റഡ് എന്ന് പറയുമ്പം ഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബ്രാക്കറ്റിലല്ലേ. ഫ്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മക്കളെ? ബ്രാക്കറ്റിലാണ്. സോ കാലിക്സ് 5 ഫ്യൂസ്ഡ്. കാലിക്സ് 5 ഫ്യൂസ്ഡ്. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വോൾവേറ്റ് എസ്റ്റിവേഷൻ. എസ്റ്റിവേഷൻ വോൾവേറ്റ് ആണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വോൾവേറ്റ് എസ്റ്റിവേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്? അവർ ഓവർലാപ്പ് ചെയ്തിട്ടാണോ നിൽക്കുന്നത്? അങ്ങനെയാണോ മക്കളെ നിൽക്കുന്നത്? എന്തായിരുന്നു എസ്റ്റിവേഷൻ? അതായത് വോൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എസ്റ്റിവേഷൻ എന്ന് പറയാം. റൈറ്റ്. ഈ പറയുന്ന കാലിക്സിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് എന്നതാണ് എസ്റ്റിവേഷൻ. ഈ കാലിക്സിൻ്റെ എസ്റ്റിവേഷൻ എന്ന് പറയുമ്പം വോൾവേറ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഓവർലാപ്പിംഗ് ഇല്ലാത്ത ഒരാളാണ് വോൾവേറ്റ് എന്ന് പറയുന്ന എസ്റ്റിവേഷൻ. വോൾവേറ്റിൽ ജസ്റ്റ് ദേ ആർ ടച്ചിങ് ഈച്ച് അതർ. ഓക്കെ. തട്ടിയില്ല എന്ന രൂപത്തിൽ നിൽക്കുന്നതാണ് മക്കളെ വോൾവേറ്റ്. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. റൈറ്റ്.
എന്ന് വെച്ചാൽ ഇവർ ജസ്റ്റ് ടച്ച്ഡ് ഓർ നോട്ട് എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. ബൈ ജസ്റ്റ് ടച്ചിങ് ഈച്ച് അതർ വിതൗട്ട് ഓവർലാപ്പിംഗ് ആണ് വാൾവേറ്റ് എസ്റ്റിവേഷൻ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാകും ഔട്ടർ മോസ്റ്റ് വോൾ ആയിട്ടുള്ള കാലിക്സ് ഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്, പക്ഷേ ഓവർലാപ്പ് ചെയ്തിട്ടുമില്ല. എന്നാൽ ഫ്യൂസ്ഡ് ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഓവർലാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒന്നിൻ്റെ മേലേക്കൂടെ ഒന്ന്, അല്ലെങ്കിൽ ഇതാ ഈ രൂപത്തിലോ ഒക്കെ വരുമ്പോഴാണ് നമ്മളതിനെ ഓവർലാപ്പ് ചെയ്തു എന്ന് വിളിക്കുക. റൈറ്റ്. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാണ്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് ഫ്യൂസ്ഡ് ആയിട്ടാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കാലിക്സ് 5. ഇതെങ്ങനെയാണ് മക്കളെ? ദാറ്റ് ഈസ് വാൾവേറ്റ് എസ്റ്റിവേഷൻ ആണ്. എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്യാണ്, അല്ലാതെ ഓവർലാപ്പ് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്യുന്നില്ല. ഓവർലാപ്പ് ചെയ്തിട്ട് ഫ്യൂസ് ചെയ്യുമ്പം ഇപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്കിടയിലുള്ള ഒരു ഫ്യൂഷൻ ഇങ്ങനെയാണ് കാണിക്കുക. ഇപ്പം ഓവർലാപ്പ് ചെയ്യുമ്പോൾ വീണ്ടും പറയുകയാണ് ഇങ്ങനെയാണല്ലോ ഓവർലാപ്പ് ചെയ്യുക. സോ ഇവർക്കിടയിൽ ഈ രണ്ട് വോളുകൾക്കിടയിലുള്ള ഈ രണ്ടെണ്ണത്തിനിടയിലുള്ള ഫ്യൂഷൻ നമ്മളിങ്ങനെ കാണിക്കണം. പക്ഷേ വാൾവേറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവർ ഓവർലാപ്ഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഫ്യൂഷൻ കാണിക്കുക ഇതിൽ നിന്ന് തന്നെ അടുത്തത് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. ക്ലിയർ ആയോ മക്കളെ? മനസ്സിലായോ എങ്ങനെയാണ് നിങ്ങൾ ഇവരുടെ ഫ്ലോറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും എങ്ങനെ നമുക്ക് ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാം എന്നുള്ളത്? സോ നെക്സ്റ്റ് അടുത്തതാണ് കൊറോള, അവർ സെക്കൻഡ് വോൾ. കൊറോളയുടെ പെറ്റൽസ് എത്ര ഉണ്ട് മക്കളെ? അതും 5 തന്നെയാണ്. ഇവിടെ കാലിക്സും 5 ആണ്, കൊറോളയും 5 ആണ്. ഇവരെങ്ങനെയാണ് നിൽക്കുന്നത്? യുണൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. വാൾവേറ്റ് എസ്റ്റിവേഷൻ ആണ്. പഠിക്കാൻ ഒന്നും കൂടി ഈസി ആയില്ലേ മക്കളെ? സോ അത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? കൊറോള റെപ്രസെൻറ്റഡ് ബൈ C, 5 ആണ്, യുണൈറ്റഡ് ആണ്, വാൾവേറ്റ് എസ്റ്റിവേഷൻ ആണ്, യുണൈറ്റഡ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തതാണ് ആൻഡ്രീഷ്യം. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ A. ആൻഡ്രീഷ്യത്തിലെ സ്റ്റേമെൻസ് എത്ര ഉണ്ട്? 5. ആൻഡ്രീഷ്യത്തിൽ എത്ര സ്റ്റേമെൻസ് ഉണ്ട്? 5 ആണ്. എപ്പി പെറ്റാലസ് ആണ്. എന്താണ് എപ്പി പെറ്റാലസ് എന്ന് വെച്ചാൽ? ഗ്യാമോ പെറ്റാലസ് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂസ്ഡ് ആണ്. ഓക്കെ, പെറ്റൽസ് ആർ ഫ്യൂസ്ഡ് ആണെങ്കിലാണ് നമ്മൾ ഗ്യാമോ പെറ്റാലസ് എന്ന് വിളിക്കുക. എപ്പി പെറ്റാലസ് എന്ന് പറയുമ്പം പെറ്റൽസ് എന്താണ്? ഫ്രീ ആണ് എന്നർത്ഥം. എപ്പി പെറ്റാലസ് ഓർക്കുന്നുണ്ടാ? ഇപ്പം മനസ്സിലായോ എന്തിനാണ് നമ്മൾ അവിടെ ഓരോ ടേംസും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതെന്ന്? എപ്പി പെറ്റാലസ് എന്ന് പറയുമ്പോൾ പെറ്റൽസ് ഫ്രീ ആണ് എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ബ്രാക്കറ്റ് കൊടുക്കരുത്. ബ്രാക്കറ്റ് കൊടുക്കുക നമ്മൾ ഫ്യൂസ്ഡ് ആകുമ്പോഴാണ്, ബ്രാക്കറ്റ് കൊടുക്കാൻ പാടില്ല. സോ ആൻഡ്രീഷ്യം എത്ര ഉണ്ട്? 5 ആണ്. ഫ്യൂസ്ഡ് ആണോ? ബ്രാക്കറ്റ് വേണോ? വേണ്ട. കാരണം എന്താ? അവർ എപ്പി പെറ്റാലസ് ആണ്. ക്ലിയർ? അടുത്തതാണ് മക്കളെ, അടുത്തതാണ് നമ്മളുടെ ഗൈനീഷ്യം. ഗൈനീഷ്യം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ G. എങ്ങനത്തെ ഗൈനീഷ്യമാണ്? ദാറ്റ് ഈസ് ബൈ കാർപ്പലറി. ബൈ എന്ന് വെച്ചാൽ 2. എത്ര കാർപ്പൽസ് ഉണ്ട് മക്കളെ? 2. അതെങ്ങനെയാണ് നിൽക്കുന്നത്? ഓബ്ലിഗേറ്റ്ലി പ്ലേസ്ഡ് സിങ്കാർപ്പസ്. എന്താ സിങ്കാർപ്പസ് എന്ന് വെച്ചാൽ? എന്താണ് സിങ്കാർപ്പസ്? സിങ്കാർപ്പസും എപ്പോകാർപ്പസും ആണ് നമ്മൾ പഠിച്ചത്. സിങ്കാർപ്പസ് എന്ന് വെച്ചാൽ ഫ്യൂസ്ഡ് ആയിരിക്കും, എപ്പോകാർപ്പസ് എന്ന് വെച്ചാൽ ഫ്രീ ആയിരിക്കും. Again, I am getting to the importance of the terms we have used before or we have learned before, right? So, syncarpus എന്ന് പറയുമ്പോൾ ഫ്യൂസ്ഡ് ആണ്, superior ovary ആണ്. Okay, gynecium ആണ്, represented by the letter G. Okay, gynecium represented by the letter G. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഇവരെ ബൈകാർപ്പലറി ആണ് എന്ന് വെച്ചാൽ 2. അടുത്തത് സിങ്കാർപ്പസ് ആണ്. സിങ്കാർപ്പസ് എന്ന് വെച്ചാൽ ഫ്യൂസ്ഡ് ആണ്. ഇനി ഓവറി സുപ്പീരിയർ ആണ്. ഇതിൻ്റെ താഴെ എന്തുണ്ടാകും? ഒരു അണ്ടർലൈൻ ഉണ്ടാവും. ക്ലിയർ ആണോ മക്കളെ? അടുത്തത് ബൈലോക്കുലാർ പ്ലാസൻറ്റ സ്വള്ളൻ വിത്ത് മെനി ഓവ്യൂൾസ്, ആക്സൈൽ പ്ലാസൻറ്റേഷൻ. ഓക്കെ, ഇതൊന്നും നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അടുത്തത് ഫ്രൂട്ട്സ്. ഇവരുടെ ഫ്രൂട്ട്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. സോളനേസിയയുടെയും ബ്രാസിക്കേസിയയുടെ ആയാലോ നമ്മളുടെ ലിലിയേസിയയുടെ ഒക്കെ ഫ്രൂട്ട് ഏതാണെന്നുള്ളത് ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്. സോ സോളനേസിയയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബെറി ആൻഡ് ക്യാപ്സ്യൂൾ. ക്ലിയർ ആണോ മക്കളെ? ബെറി ആൻഡ് ക്യാപ്സ്യൂൾ. ക്ലിയർ? അടുത്തതാണ് സീഡ്സ്, മെനി, എൻഡോസ്പെർമസ്. ഞാൻ പറഞ്ഞു എക്സാമ്പിൾസ് ഓർക്കുക. ടൊമാറ്റോ സോളനേസിയയുടെ ഒരു എക്സാമ്പിളാണ്. ടൊമാറ്റോയിൽ കുഞ്ഞു കുറേ സീഡ്സ് ഇല്ലേ? അപ്പം സീഡ്സ് ആർ മെനി. എൻഡോസ്പെർമസ് ആണ്. എൻഡോസ്പെർമസ് എന്ന് വെച്ചാൽ ദി ക്യാൻ സ്റ്റോർ റിസർവ് ഫുഡ്, റൈറ്റ്? ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ മേലെ പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് എഴുതി നോക്കാം. ഫ്ലോറൽ ഫോമുല ഒന്ന് എഴുതി നോക്കാം. നമ്മൾ ആദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യം എന്താ മക്കളെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ആക്ടിനോമോർഫിക് ആണോ സൈഗോമോർഫിക് ആണോ എന്ന് എഴുതണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ആക്ടിനോമോർഫിക് ബൈസെക്ഷൽ. സോ ഞാനിവിടെ എഴുതാൻ പോവാണ്. എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എൻ്റെ കൂടെ തന്നെ ഇല്ലേ എല്ലാവരും? ദാറ്റ് ഈസ് ദേ ആർ ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? വേൾഡിലോട്ട് കിടക്കുകയാണ്. ഔട്ടർ മോസ്റ്റ് വേൾ ആണ് കാലിക്സ്. കാലിക്സ് എങ്ങനെയാണ് മക്കളെ? 5 ഫ്യൂസ്ഡ് ആണ്. കാലിക്സ് 5
ഫ്യൂസ്ഡ് ആണ്. അടുത്തത് കൊറോള എങ്ങനെയായിരുന്നു? 5 ഫ്യൂസ്ഡ് ആണ്. പിന്നെ ആൻഡ്രീഷ്യം 5, ഗൈനീഷ്യം സുപ്പീരിയർ 2 ഫ്യൂസ്ഡ്. പിന്നെ ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട് മക്കളെ? അഡഷൻ കാണിക്കുന്നുണ്ട്. കൊറോളയും ആൻഡ്രീഷ്യവും തമ്മിൽ എന്ത് കാണിക്കുന്നുണ്ട്? അഡഷൻ കാണിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ മക്കളെ? ഇത്രയാണ് നമുക്ക് സൊളനേസിയയുടെ ഫ്ലോറൽ ഫോർമുലയിൽ പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വീണ്ടും പറയാണ്, ആക്ടിനോമോർഫിക്, ബൈസെക്ഷൽ, കാലിക്സ് 5 ഫ്യൂസ്ഡ്, കൊറോള 5 ഫ്യൂസ്ഡ്, ആൻഡ്രീഷ്യം 5. എങ്ങനെയാണ് ആൻഡ്രീഷ്യം നിൽക്കുന്നത്? ഫ്യൂസ്ഡ് ആണോ? അല്ല. സോ ഇവിടെ എന്തുണ്ട്? നമുക്കൊരു അഡഷൻ കാണിക്കുന്നുണ്ട്. ഗൈനീഷ്യം എങ്ങനെയാണ്? സുപ്പീരിയർ ഓവറി 2 വിത്ത് ഫ്യൂസ്ഡ്. സിൻകാർപ്പസ് ആണ്. ഓക്കെ, കാർപ്പൽസ് എങ്ങനെയാണ്? ഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അടുത്ത നമുക്ക് ഇതിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസിൽ മക്കളെ, ഈ ഒരു ഫാമിലിയിൽ കുറേ പേര് ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഫുഡ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കുറേ പേര് ഫുഡ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ടൊമാറ്റോ, ബ്രിഞ്ചാൾ, ആൻഡ് പൊട്ടാറ്റോ. ക്ലിയർ ആയല്ലോ? പിന്നെ സ്പൈസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ചില്ലി. മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ് മക്കളെ ബെല്ലഡോണ, അശ്വഗന്ധ. ഫ്യൂമിഗേറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടൊബാക്കോ. ഓർണമെൻ്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പെറ്റൂണിയ. ഇത്രയും എക്സാമ്പിൾസ് ആണ് നമുക്ക് സൊളനേസിയയിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു? മൊത്തം എത്ര എക്സാമ്പിൾസ് ഉണ്ട് നോക്കാമല്ലോ മക്കളെ? മൊത്തം നമുക്കൊന്ന് എണ്ണി നോക്കാം. ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടാറ്റോ, ചില്ലി, ബെല്ലഡോണ, അശ്വഗന്ധ, ടൊബാക്കോ, പെറ്റൂണിയ. മൊത്തം നമുക്ക് 8 എക്സാമ്പിൾസ് ആണ് ഉള്ളത്. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ വരാം. ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്നും, അതുപോലെ തന്നെ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, ഫ്യൂമിഗേറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, ഓർണമെൻ്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ? ഓക്കെ ആണല്ലോ മക്കളെ? സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത്. ക്ലിയർ? ബട്ട് നമ്മൾ ഒരു 2 ഫാമിലീസും കൂടെ 2 to 3 ഫാമിലീസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അത് വി വിൽ ലുക്ക് ആഫ്റ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ടെക്സ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ ഫ്ലോറൽ ഡയഗ്രാം കൂടെ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. അതോടുകൂടെ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാം? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, കാലിക്സ് 5 ഫ്യൂസ്ഡ്, കൊറോള 5, ആൻഡ്രീഷ്യം 5 ആൻഡ് ഗൈനീഷ്യം സുപ്പീരിയർ 2 ഫ്യൂസ്ഡ്. സി നോക്ക് മക്കളെ ഈ ഒരു ഡയഗ്രാം. സി ഇവിടെ ഫസ്റ്റ് ഇത് ആക്ടിനോമോർഫിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഹിയർ, റൈറ്റ്. അടുത്തതാണ് കാലിക്സ്, ഔട്ടർ മോസ്റ്റ് വോൾ. ഇവർ ഓവർലാപ്പ് ചെയ്യാതെ ജസ്റ്റ് ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പം ആ ഒരു ഫ്യൂഷൻ കാണിക്കുന്നതാണ് ഇത്. മനസ്സിലായോ? ഫ്യൂഷൻ കാണിക്കുന്നതാണ് ഇവിടെ. അതാണ് 5 ഫ്യൂസ്ഡ് എന്നാണല്ലോ പറഞ്ഞത്. അടുത്തത് കൊറോള, ഇതാണ് കൊറോള. അതും ഫ്യൂസ്ഡ് ആണ്. വോൾവേറ്റ് ഈസ്റ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഓവർലാപ്പ് ചെയ്യാതെ ജസ്റ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്നുള്ളൂ. ഇവരുടെ ഫ്യൂഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അടുത്തത് ആൻഡ്രീഷ്യം മൊത്തം നമുക്ക് 5 ആണ് ഉള്ളത്. 1 2 3 4 5. എങ്ങനെയാണ് നിൽക്കുന്നത്? ഫ്യൂസ്ഡ് ആയിട്ടാണോ? അല്ല, അവർ ഫ്രീ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ദെൻ ഗൈനീഷ്യം എത്ര ഉണ്ട്? ബൈ കാർപ്പലറിയാണ്. 2 ലോക്യൂൾസ് ബൈ ലോക്കുലാർ ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അത് എത്ര ഉണ്ട്? 2 ഉണ്ട്. അതെങ്ങനെയാണ്? സുപ്പീരിയർ ഓവറി ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദ വെരി നെക്സ്റ്റ് ക്ലാസ് വി വിൽ ലുക്ക് ഔട്ട് ദ സമ്മറി. നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് we will wind up in the next class and we will begin the next chapter. Okay, so until that you have to learn this very well. You have to revise it. You have to do everything whatever you need to get revised in your mind. നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നിങ്ങൾ ചെയ്യണം. സ്ക്രിബിൾ ചെയ്ത് ഇതൊക്കെ നോക്കുക, ഇടയ്ക്കിടയ്ക്ക് പേസ്റ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക ആൻഡ് വീണ്ടും 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 വായിച്ചു നോക്കുക. റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പഠിച്ചത് മറക്കാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടി ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ കാര്യങ്ങൾ കൂടുതലും പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് പഠിച്ചു വെച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം. ക്ലിയർ? ഓക്കെ ആണല്ലോ മക്കളെ? സോ until the next class you have to learn well. Okay, so let's see in the next class. Until that, thank you.